ഇത് മതപ്രസംഗമല്ല. പ്രഭാഷകൻ മതപണ്ഡിതനോ ഉസ്താദോ അല്ല. ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം, സംസ്കാരം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന പൊതുവിജ്ഞാനമാണ് ഇതിന്റെ ഉള്ളടക്കം. മനുഷ്യനും മാനുഷികമായതെന്തും ചർച്ച ചെയ്യപ്പെടുന്ന കേവലം പ്രഭാഷണമാണിത്. പ്രവാചക പ്രകീർത്തനമാണിതിലെ മുഖ്യ പ്രമേയം. എവിടെയും ഏതുതരം വേദിയിലും മുഴങ്ങേണ്ടതാകുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിത ചർച്ചകൾ. ജീവിതത്തിന്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധ്യതയാകുന്നു വിശ്വാചാര്യൻ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. أبا الأنبياء عليك الصلاة وعليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسلام. أبا الأنبياء عليك الصلاة وعليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا. أبا الأنبياء عليك الصلاة عليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا. وللبيت ملء جناني جلال ونشوة وجد ووجد انتشاء يلازمني راكعا ساجدا ويكحل عيني منه البهاء. أبا الأنبياء عليك الصلاة وعليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا. تألقت الآي في ثوبه تمد النجوم العلا بالضياء. وللناس من حوله زحمة توثق بين ذويها الإخاء. الأنبياء عليك الصلاة وعليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا. أبا الأنبياء عليك الصلاة وعليك السلام. أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا. أبا الأنبياء أبا الأنبياء أبا الأنبياء أبا الأنبياء. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ സ്നേഹത്തിൻ്റെ പാരാവാരം പോലെ ആ പാരാവാരത്തിലെ തുള്ളികളായി നാം
സമ്മേളിച്ചിരിക്കുകയാണ്. UAE രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ അബൂദാബിയുടെ ഹൃദയത്തിൽ മനോഹരമായ വിശാലമായ ഈ മണിമന്ദിരത്തിൽ നാം സന്നിഹിതരായിരിക്കുന്നു. അതിശയകരമേ ഈ സന്ദർഭം, സുഗന്ധ നിർഭരമേ ഈ മുഹൂർത്തം. വിവിധ ദിക്കുകളിൽ നിന്ന് വന്നവർ നാം, വിവിധങ്ങളായ ദേശങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ളവർ നാം. പക്ഷേ ഭാരതമാകുന്ന മഹാരാജ്യത്തിൻ്റെ സന്തതികൾ നാം. നമുക്ക് അഭയമേകിയ ഈ അറബ് സമൂഹത്തിൻ്റെ ആതിഥ്യത്തെ ആദരിച്ചുകൊണ്ട് അവരുടെ ഔദാര്യത്തോട് നന്ദിപൂർവം നാം സമ്മേളിച്ചിരിക്കുന്നു. നാം ഇവിടെ സമ്മേളിച്ചതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും നമ്മുടെ ദൗത്യവും ഈ സംഗമത്തെ അങ്ങേയറ്റം ധന്യമാക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിലണഞ്ഞ നമ്മൾ മഹത്തായ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സമ്മേളിക്കുകയാണ്. വന്നണഞ്ഞിട്ടുള്ള ഓരോ സഹോദരനും സഹോദരിയും ബഹുമാനപ്പെട്ട അതിഥിയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സംഗമം ധന്യമാണ്, ഈ സന്ദർഭം ധന്യധന്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് അവനെ സ്തുതിച്ച് അവനെ പ്രകീർത്തനങ്ങൾ കൊണ്ട് സ്തോത്രങ്ങൾ അർപ്പിച്ച് നാം അള്ളാഹുവോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കുന്നതിനും അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിനും വേണ്ടി, ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നാം ദൃഢപ്രതിജ്ഞ പുതുക്കുന്ന സന്ദർഭമാണിത്. ലോകത്ത് നീതിബോധം നഷ്ടപ്പെടുകയും അവശരും ദുർബലരും ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന കരാളതയുടെ മധ്യത്തിൽ വിളക്ക് കൊളുത്താൻ സത്യത്തിൻ്റെ ദീപം, നീതിയുടെ ദീപം, സാഹോദര്യത്തിൻ്റെ ദീപം, മാനവികതയുടെ ദീപം, ആ ദീപത്തെ കൊളുത്താൻ, അത് ഉയർത്തിപ്പിടിക്കാൻ, ആ പ്രകാശ പ്രകർഷത്തിൽ നാം പാർക്കുന്ന ലോകത്തെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം സമ്മേളിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവേ, നിനക്കാണ് സകലമാന സ്തോത്രങ്ങളും സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും. 10 മിനിറ്റ് കൊണ്ട് 20 ഗ്യാലൻ വെള്ളം കുടിച്ച് നിൽക്കുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചതും നീ തന്നെ. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഈ അത്ഭുതകരമായ മൃഗത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് അവരെന്തേ നിരീക്ഷിക്കുന്നില്ലെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുളറിയാൻ ശാസ്ത്ര പഠനങ്ങളുടെ, ഗവേഷണങ്ങളുടെ, പര്യവേക്ഷണങ്ങളുടെ അകത്തൂടെ സഞ്ചരിക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും അത്ഭുത സ്തബ്ധരായിത്തീരും. 10 മിനിറ്റ് കൊണ്ട് 20 ഗ്യാലൻ വെള്ളം കുടിച്ച് തീർക്കുന്ന 50 കിലോഗ്രാം ഭാരമുള്ള പൂഞ്ഞ പേറി നടക്കുന്ന, ഏത് പ്രതികൂല കാലാവസ്ഥയിലും വെള്ളം വേണ്ടി വന്നാൽ, കൊഴുപ്പ് വേണ്ടി വന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് സ്വീകരിക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഈ മൃഗത്തെ സൃഷ്ടിച്ച് പോറ്റുന്നതും നീ തന്നെ. എത്രയെത്ര അത്ഭുതങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നീ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. 2 മീറ്റർ നീളമുള്ള കഴുത്തും 45 സെന്റിമീറ്റർ നീളമുള്ള നാവും നൽകി ജിറാഫിനെ സൃഷ്ടിച്ച് നിയോഗിച്ചതും നീ തന്നെ റബ്ബേ. അത്ഭുതമേ നിന്റെ സൃഷ്ടി വൈഭവം, അത്ഭുതകരമേ നിന്റെ ഈ പ്രപഞ്ചം. നീ തന്നെ സർവശക്തനും സർവജ്ഞനും നാഥ. ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെടുകയും നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു. ശബ്ദബീജികൾ കൊണ്ട് ധിക്കറിയാനും തൻ്റെ സഞ്ചാരത്തെ സൗകര്യപ്പെടുത്താനും സാധിക്കുന്ന രീതിയിൽ വവ്വാൽ എന്ന പക്ഷിയെ സൃഷ്ടിച്ചതും നീ തന്നെ. ലാസറേയാസ് പെല്ലൻസാനി എന്ന ശാസ്ത്രജ്ഞൻ വവ്വാലിനെ പ്രത്യേക പഠനങ്ങൾക്ക് വിധേയമാക്കി. വവ്വാലിൻ്റെ നേത്രഗോളങ്ങൾ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് ഈ ശാസ്ത്രജ്ഞൻ പിഴുതെടുത്തു. കണ്ണ് പറിച്ചെടുത്ത ശേഷം വവ്വാലിനെ പറപ്പിച്ചപ്പോഴും വവ്വാൽ യാതൊരു തകരാറും കൂടാതെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുപോയപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ അത്ഭുത പരതന്ത്രനായി.
എങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും വവ്വാല് പറന്നത്? അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൽ ആ രഹസ്യം കണ്ടെത്തിയത്. വവ്വാലിന് കാഴ്ച വേണമെന്നില്ല. സ്വന്തം ശബ്ദവീചികളുടെ പ്രതിധ്വനി കൊണ്ട് തൻ്റെ ദിക്ക് കണ്ടെത്താനും തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കാനും വവ്വാലെന്ന പക്ഷിക്ക് അത്ഭുതകരമായ സിദ്ധിയുണ്ട്. നാം പൂച്ചയെന്ന് വിളിക്കുന്ന മാർജാരൻ്റെ കണ്ണ് പകൽ സമയത്ത് ഒരു നേർരേഖ പോലെ സങ്കോചിക്കുകയും രാത്രി സമയത്ത് ഒരു പ്രകാശഗോളമായി വികസിക്കുകയും ചെയ്യുന്നു. പൂച്ചയുടെ കണ്ണ് പകലൊരു വിധത്തിൽ, രാത്രിയാകുമ്പോൾ മറ്റൊരു രീതിയിൽ. രാത്രി പൂച്ചയുടെ മുഖത്തേക്ക് വെളിച്ചമടിച്ചാൽ അത് പ്രകാശഗോളമായി തിളങ്ങുന്നത് നാം കാണുന്നു. രാത്രി ഇരപിടിക്കാനുള്ള സൗകര്യത്തിന് പൂച്ചയുടെ കാഴ്ചശക്തിയെ ഈ വിധത്തിൽ സംവിധാനിച്ചവനും നീ തന്നെയാണ്. സർവശക്തനായ കാരുണ്യവാനായ ഏകദൈവമേ, എല്ലാം നിയന്ത്രിച്ചു പോരുന്ന നിയന്താവേ, പ്രപഞ്ചത്തിൻ്റെ സംവിധായകനും ജഗന്നിയന്താവും സൃഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനും സംഹാരകനും നീ തന്നെ റബ്ബേ. അല്ലാഹുവിൻ്റെ സകലമാന അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കണം. ഇര പിടിക്കാൻ പോകുന്ന സമയത്ത് പൂച്ചയുടെ കാല് മണ്ണിൽ പതിയുമ്പോൾ ശബ്ദം ഇര കേൾക്കാതിരിക്കാൻ പൂച്ചയുടെ കാലുകൾക്ക് കുഷ്യൻ ഘടിപ്പിച്ചു കൊടുത്തതും നിന്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ അത്ഭുതകരമായ പൊരുളുകളിലേക്ക് ബുദ്ധിമാനായ മനുഷ്യനെ നയിക്കുകയാണ്. നീലത്തിമിംഗലമാണ് ലോകത്ത് കണ്ടെത്തപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. 200 ടൺ വരെ ഭാരമുള്ള നീലത്തിമിംഗലങ്ങളെ നീ സംവിധാനിച്ചു. അതിനു വേണ്ടതായ ഇരകളെയും നീ ഭൂമുഖത്ത് സ്ഥാപിച്ചു വെച്ചു. ഒട്ടകപ്പക്ഷിക്ക് തൻ്റെ 150ഓളം കിലോഗ്രാം ഭാരം വരുന്ന ശരീരം കൊണ്ട് 1 മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ ഓടാനുള്ള വേഗത നൽകിയതും നീ തന്നെ റബ്ബേ. 150 കിലോ ഭാരമുള്ള ശരീരം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 65 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ഒട്ടകപ്പക്ഷിയുടെ ശരീരഘടനയെ സംവിധാനിച്ചതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം സർവശക്തനായ അല്ലാഹുവിൻ്റെ സൃഷ്ടിവൈഭവമാണ്. കടൽ കുതിരയുടെ കാര്യം അതിലേറെ വിസ്മയകരമാണ്. കടൽ കുതിരയുടെ പെണ്ണ് മുട്ടയിടുന്നത് ആണിൻ്റെ ശരീരത്തിൻ്റെ വലത് ഭാഗത്തോട് ചേർന്ന സഞ്ചിയിലാണ്. പെണ്ണായ കടൽ കുതിര മുട്ടയിടുന്നത് ആണിൻ്റെ ശരീരത്തിലാണ്. മുട്ടയിടുന്നതിന് മുമ്പ് ആണായ കടൽ കുതിരയെ ഏതാനും തവണ പ്രദക്ഷിണം ചെയ്ത ശേഷം അതിൻ്റെ വലത് ഭാഗത്തെ സഞ്ചിയിൽ മുട്ടകൾ നിക്ഷേപിച്ചുകൊണ്ട് കടൽ കുതിര ഓടി മറയുന്നു. പിന്നെ മുട്ട കൊണ്ട് നടക്കുന്നതും അതിനെ വിരിയുന്നവരെ നോക്കുന്നതും പിതാവാണ്. കുട്ടികൾ വിരിഞ്ഞ് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നതാകട്ടെ പിതാവിൻ്റെ ഈ സഞ്ചി കീറിക്കൊണ്ടാണ്. ആ സമയത്ത് പിതാവായ കടൽ കുതിര അനുഭവിക്കുന്ന വേദന അസഹനീയമാണ്. ആ വേദന സഹിക്കുന്നതിന് വേണ്ടി കടലിലെ ഏതെങ്കിലും ചെടിയിൽ ചെന്ന് വാല് അതിനോട് ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് ആണായ കടൽ കുതിര തൻ്റെ മക്കളുടെ ജന്മത്തിൻ്റെ വേദനയെ മറക്കാനും സഹിക്കാനും ശ്രമിക്കുന്നത്. കടലിലെ പുഴുക്കൾക്കും കരയിലെ പൂക്കൾക്കും അന്നവും ഊർജവും നൽകുന്നവനും നീ തന്നെ. സർവശക്തനായ സർവജ്ഞനായ അല്ലാഹുവിനോടുള്ള നന്ദിയോടെയല്ലാതെ ഈ ഭൂമുഖത്ത് ജീവിക്കുവാനാകുമോ? ഒരു നിമിഷം ചെലവഴിക്കാനാകുമോ? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ എത്ര വലിയ കൃതഘ്നനാണ്. ദൈവത്തിൻ്റെ പാർപ്പിടമേ ഈ പ്രപഞ്ചം, മനുഷ്യന് വേണ്ടി അവൻ ഒരുക്കിക്കൊടുത്ത പാർപ്പിടമേ ഈ പ്രപഞ്ചം. കടൽ കുതിരയുടെ കാര്യത്തേക്കാൾ വിചിത്രമാണ് കുഴിയാനയുടെ കാര്യം. കുഴിയാന യഥാർത്ഥത്തിൽ ഒരു ജീവിയുടെ പ്യൂപ്പ കാലഘട്ടം മാത്രമാണ്. കുഴിയാന ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയല്ല. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ കുഴിയാന തുമ്പിയായിട്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. തുമ്പിയാകുന്നതിന് മുമ്പ് പ്യൂപ്പ ഘട്ടത്തിൽ കുഴിയാന മണ്ണിൽ കഴിയുന്നു. ഇരയെ വീഴ്ത്തുകയും അതിനെ മണ്ണിലേക്ക് താഴ്ത്തിയ ശേഷം
അതിനെ ഇരയാക്കുകയും അതിൻ്റെ ജീവരസം ഊറ്റിക്കുടിച്ച ശേഷം ഇരയുടെ ചണ്ടിയായ ശരീരത്തെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന അത്ഭുത ജീവിയാകുന്നു കുഴിയാന. അഥവാ ഇര രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇരയെ മണ്ണിലേക്ക് കുഴിയിലേക്ക് വീഴ്ത്തിയ ശേഷം ഇരയുടെ മേൽ മണ്ണ് വാരി എറിഞ്ഞ് അതിനെ കീഴടക്കുന്നതും കുഴിയാനയുടെ സിദ്ധിവിശേഷമാണ്. യൂറോപ്യൻ യോദ്ധാവ് റോബർട്ട് ഒരു രാജ്യം കീഴടക്കാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചു. 8 തവണ യുദ്ധം ചെയ്തിട്ടും അദ്ദേഹത്തിന് ആ രാജ്യത്തെ അധീനപ്പെടുത്താൻ കഴിഞ്ഞില്ല. 8 തവണ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം മരച്ചുവട്ടിൽ പോയിരിക്കുമ്പോൾ റോബർട്ട് കാണുകയാണ് 8 കാലി ഒരു മരക്കൊമ്പിലേക്ക് ചാടുന്നത്. ഓരോ തവണ 8 കാലി ചാടുമ്പോഴും അതിന് മരക്കൊമ്പിലെത്താൻ കഴിയുന്നില്ല. 8 തവണ ചാടിയ 8 കാലി 9ാമത്തെ തവണ ചാടുമ്പോൾ അത് മരക്കൊമ്പിനെ പിടിക്കുകയും അത് വലകെട്ടാൻ തുടങ്ങുകയും ചെയ്യുന്ന അത്ഭുതകരമായ രംഗം കണ്ട റോബർട്ട് ആ രംഗത്തിന്റെ പ്രചോദനത്തിൽ തൻ്റെ ജീവിതത്തെ മാറ്റിപ്പണിയുകയാണ്. 8 തവണ തോറ്റ അദ്ദേഹം 9ാം തവണ പട നയിച്ച് അതിൽ വിജയിച്ച് ആ രാജ്യത്തെ കീഴടക്കുകയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രാർത്ഥന നിരതരായി നാം സമ്മേളിച്ചിരിക്കുകയാണ്. നാം ഇവിടെ സമ്മേളിച്ചു എന്നതിനേക്കാൾ പ്രധാനം നാം എന്തിനു വേണ്ടി സമ്മേളിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ പ്രമേയം എന്താണ്? ഏതൊരു സ്നേഹത്തണലിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? ഏതൊരു പാരാവാരത്തിൻ്റെ തുള്ളിയായിട്ടാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്? കമൻദാരം ഹോയേ മൻസിൽ ദോസ്ത് തുബാശി ജാവ ഖാസാം ബയാമീസ് കമൻദാരം ഹോയേ മൻസിൽ ദോസ്ത്. അല്ലാമ ഇഖ്ബാലിൻ്റെ വരികളോടെ നാം വിശുദ്ധ റസൂലിൻ്റെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മകൾക്ക് സുഗന്ധമായി അവിടുത്തെ ചര്യകളിൽ സുഗന്ധം, വാക്കുകളിൽ സുഗന്ധം, നടപ്പിൽ സുഗന്ധം, ഇരിപ്പിൽ സുഗന്ധം. പ്രപഞ്ചത്തിൻ്റെ പൊരുൾ പോലെ, പ്രപഞ്ചത്തിൻ്റെ മുഖവുര പോലെ, മുഴുവൻ വിപ്ലവങ്ങൾക്കും കാരണമായി വന്ന മഹാവിപ്ലവത്തിൻ്റെ നായകനായി അല്ലാമ ഇഖ്ബാൽ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എഴുതിയ കവിതയിൽ അദ്ദേഹം ഹിജാസിലേക്ക് നടത്തുന്ന യാത്രയെ, ആത്മീയമായ യാത്രയെ പരാമർശിക്കുകയാണ്. കഅബയുടെ അടുത്തൂടെ അദ്ദേഹത്തിന്റെ ഒട്ടക സംഘം കടന്നു പോവുകയാണ്. ഒട്ടകനിരകൾ കഅബയുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ ഇഖ്ബാൽ കഅബയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളിവിടെ എൻ്റെ പ്രത്യേകക്കാർക്കൊപ്പം കഴിഞ്ഞുകൂടിക്കൊള്ളൂ. നിങ്ങളിവിടെ കഅബയുടെ പരിസരത്ത് നിങ്ങളുടെ പ്രത്യേകക്കാർക്കൊപ്പം അങ്ങേയറ്റം പവിത്രമായ മന്ദിരത്തിൽ കഴിഞ്ഞുകൊള്ളൂ. ഈ മന്ദിരം അങ്ങേയറ്റം പവിത്രം, അതിൻ്റെ പരിസരവും പവിത്രം. ആ പരിസരം പോലും പവിത്രമായ ഈ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട സർവശക്തന്റെ ഭവനത്തിൽ അല്ലാഹുവിന്റെ പവിത്രമായ ഗേഹത്തിന്റെ പരിസരത്ത് നിങ്ങളിവിടെ സമ്മേളിച്ചുകൊള്ളൂ. കമൻദാരം ഹോയേ മൻസിൽ ദോസ്ത്. ഞാൻ എൻ്റെ സ്നേഹഭാജനത്തിന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹഭാജനത്തിന്റെ വസതിയെ ലക്ഷ്യമാക്കി ഗമിച്ചു കൊള്ളട്ടെ. നിങ്ങളിവിടെ ഈ മഹത്തായ മന്ദിരത്തിന്റെ പരിസരത്ത് കഴിഞ്ഞുകൊള്ളൂ. ഞാൻ എൻ്റെ സ്നേഹഭാജനമായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിന്റെ സദസ്സിൽ സമ്മേളിക്കുന്നതിനേക്കാൾ പവിത്രമായ മറ്റെന്താണുള്ളത്?
ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് പ്രിയപ്പെട്ട സഹോദരരെ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങളെ ഈ വിനീതന്മാരോട് ചേർക്കുകയാണ്. നമ്മളൊക്കെ ഒരേ ഉദ്യാനത്തിലെ മലരുകൾ പോലെ, നമ്മളൊക്കെ ഒരേ പൂവിൻ്റെ ഇതള് പോലെ, നമ്മൾ ഒരേ മന്ദിരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്തംഭങ്ങൾ പോലെ. ഈ മന്ദിരത്തിൻ്റെ ഉടമസ്ഥനായി, ലോകത്തിൻ്റെ മുഴുവൻ പ്രവാചകനായി, ലോകത്തിൻ്റെ മുഴുവൻ വിമോചകനായി, നീതിയെ പഠിപ്പിക്കാൻ വന്നു, സത്യത്തെ സ്ഥാപിക്കുവാൻ വന്നു, അവശജനങ്ങൾക്ക് രക്ഷകനായി വന്നു, അവശരുടെ ഉറ്റത്തോഴനായി വന്നു, അടിച്ചമർത്തപ്പെട്ട പെൺകുട്ടിക്ക് മോചനം, മർദ്ദിത തൊഴിലാളി സമൂഹത്തിന് മോചനം, ലോകത്ത് മുഴുവൻ കഷ്ടപ്പെടുന്നവരുടെയും വിമോചനം, വിശ്വത്തിന്റെ വിമോചനം വിശ്വത്തിന്റെ പ്രവാചകന്റെ കരങ്ങളിലൂടെ. നിങ്ങൾ കഅബയുടെ അടുത്ത് നിന്നുകൊള്ളൂ, ഞാൻ മദീനയിൽ പോയി എൻ്റെ സ്നേഹഭാജനത്തെ കണ്ടുവരട്ടെ. ഏതാണ് സ്നേഹഭാജനം? ഹൃദയത്തിന് ഒരേ ഒരു ഭവനം, ആ ഭവനത്തിലെ ഒരേ ഒരു നാഥൻ, അത് പരിശുദ്ധ റസൂലല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു മാർഗദർശി, ഒരേ ഒരു വഴികാട്ടി, ഒരേ ഒരു പ്രവാചകൻ, വിമോചകൻ, നായകൻ, നന്മയുടെ മുഴുവൻ പ്രചോദനമായി, പ്രേരണയായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. मैं खाकू हूँ मुझे वाबस्त कदम रखिए, मैं खाकू हूँ मुझे वाबस्त कदम रखिए, सनद मिलेगी इसी दर से सरफराजी की, जबीन दिल को दरे मुस्तफा पे खम रखिए, जबीन दिल को दरे मुस्तफा पे खम रखिए. मैं खाकू हूँ, ഞാൻ മണ്ണാണ്, മുझे വാബസ്ത ഖദം രഖിയേ, എന്നെ പുണ്യ റസൂലേ അങ്ങയുടെ കാലിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് വെക്കണം. ഹബീബായ നബിയേ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രമാകുന്നതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യം പരിശുദ്ധ റസൂൽ ചവിട്ടിപ്പോകുന്ന മന്ദരിയാകുന്നതിനാണ്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെന്ത് വിലയാണുള്ളത് ഈ ലോകത്ത്? നമ്മൾ ആരാണ്? വളരെ കുറഞ്ഞ ഒരായുസ്സുമായിട്ട് ഈ മണ്ണിൽ വന്നവർ നാം വെറും മണ്ഡരികളായിട്ട് ജനിച്ചവർ, വെറും മണ്ഡരികളായിട്ട് ഈ ഭൂമുഖത്തിൽ നിന്ന് മറയേണ്ടവർ. ഈ മണ്ഡരികളായിട്ട് ഭൂമിയിൽ വന്ന് മണ്ഡരികളായിട്ട് മറയുന്നതിനു മുമ്പ് നാം നമ്മുടെ നായകനെ തിരിച്ചറിയേണ്ടതുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്ത് കുളിരാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണമോ? അത് പുണ്യ നബിയുടെ സലാത്ത്. സകലമാന സങ്കടക്കടലിൽ നിന്നും ഒരു മോചനം വേണമോ? അത് പുണ്യ റസൂലിന്റെ സലാത്ത്. ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകളെ, കാഠിന്യങ്ങളെ, ക്രൂരതകളെ സഹിച്ചു മടുത്ത എന്റെ സഹോദരങ്ങൾക്ക് നിങ്ങളൊരു രക്ഷാമാർഗം തേടുന്നുവെങ്കിൽ കഥം രഖിയേ, റസൂലേ അങ്ങയുടെ പാദങ്ങളോട് ചേർത്ത് വെക്കണം. ഞാൻ വെറും മണ്ണാണ്, എന്നെ അങ്ങയുടെ പാദരക്ഷയുടെ ചുവട്ടിലുള്ള മന്ദരിയാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി ആകാശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴും അവിടുത്തെ കാലുകളിൽ പാദരക്ഷയുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അലാ ഫൗക ഹാദൽ കൗനി നഅലു മുഹമ്മദി, ഈ പ്രപഞ്ചത്തിന്റെ തലപ്പത്ത് മുഹമ്മദിന്റെ പാദരക്ഷയല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർത്താൽ കോരിത്തരിച്ചു പോകും. ശരിക്കിതിന്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സങ്കടപ്പെട്ടു പോകും. രാവുകൾക്ക് വെളിച്ചമാകും. വിജനതയിൽ ഒരു ദീപം കത്തിച്ചു വെക്കാൻ കഴിഞ്ഞേക്കും. ഒരു രാത്രിയുടെ ഒരു അംശം കൊണ്ടാണ് ഈ മിഅ്റാജ് ഉണ്ടായത്. ഒരു രാത്രിയുടെ ഒരു അംശം അതിനെടുത്തിട്ടുള്ളൂ. ഒരു രാത്രി മുഴുവൻ എടുത്തിട്ടില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. പിന്നെയും ഖുർആൻ ലൈലൻ എന്ന് പറഞ്ഞു, അതും രാത്രി എന്നാണ്. അസ്റാ നിശാ സഞ്ചാരം, രാത്രി യാത്ര ചെയ്യുക.
തൻ്റെ ദാസനെ രാത്രി സഞ്ചരിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ ഒരു രാത്രി തൻ്റെ ദാസനെ രാത്രി സഞ്ചരിപ്പിച്ചവനെന്ന് അർത്ഥം വെക്കേണ്ടി വരും. അതൊട്ടും ശരിയാവില്ല. ഒരു രാത്രി സഞ്ചരിപ്പിച്ചു എന്ന് പറയോ? അപ്പോഴാണ് അറബി ഭാഷയുടെ ഒരു അത്ഭുതം നമ്മുടെ മനസ്സിലെത്തുന്നത്. ലൈലൻ എന്ന അറബി പറഞ്ഞാൽ രാത്രിയുടെ ഒരു അംശം എന്നും അർത്ഥമുണ്ട്. അപ്പൊ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയുടെ ഒരു ചെറിയ അംശം കൊണ്ട് തൻ്റെ ദാസനെ നിശാസഞ്ചാരം നിർവഹിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ. രാത്രി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രപഞ്ചത്തിന്റെ സകല ദിക്കിലൂടെയും തൻ്റെ പ്രവാചകനെ സഞ്ചരിപ്പിക്കുകയായിരുന്നു സർവശക്തനായ അല്ലാഹു. അന്ന് എന്തൊക്കെ കണ്ടു, ഏതൊക്കെ രംഗങ്ങൾ കണ്ടു, ഏതിലൂടെയൊക്കെ കടന്നുപോയി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസി ലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലിഅഹദിൻ ഫഫഅൽ. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും നിനക്കാരോടും വിരോധമില്ല അനസേ. വൈകുന്നേരമാകുമ്പോഴും നിനക്കാരോടും വിരോധമില്ലാതെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടാൻ കഴിയുമോ എൻ്റെ പൊന്നുമോനെ അനസേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ എൻ്റെ അനസേ. വിരോധമില്ല, വൈരമില്ല, വിദ്വേഷമില്ല. ഇന്ന് എന്തൊക്കെ വിരോധങ്ങളാണ്, എത്രമാത്രം വിഭാഗീയതകളാണ്. വർഗീയതയുടെ, വിഭാഗീയതയുടെ, വംശവെറിയുടെ, വർണ്ണവെറിയുടെ എന്തൊക്കെ ഭിത്തികൾ, തിരശീലകൾ മാനവ വംശത്തെ ഓഹരി വെക്കുമ്പോൾ ഓർക്കണം, പുണ്യ റസൂൽ ഐക്യത്തിന്റെ ഏറ്റവും വലിയ വേദിക പണിത് നൽകിയിരിക്കുന്നു. ദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ എൻ്റെ പ്രിയപ്പെട്ട അനസേ. വമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യയെ വല്ലവനും ജീവിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു അനസേ. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലുമാണ് എൻ്റെ അനസേ. രാവിലെയും നിനക്കാരോടും വിരോധമില്ല, സന്ധ്യയാകുമ്പോഴും നിനക്കാരോടും വിരോധമില്ല. പുലരാൻ കാലത്തും മനസ്സ് വിശുദ്ധം, സായം സന്ധ്യയിലും മനസ്സ് വിശുദ്ധം. അങ്ങനെ ഏത് സമയത്തും നിന്റെ മനസ്സിനെ വൈരമില്ലാതെ, വിദ്വേഷമില്ലാതെ ഒരു സ്നേഹത്തിന്റെ നിലാവിൽ നിനക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അനസേ, അതാണ് എൻ്റെ മാതൃകയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു ദുർബലരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനാണ് പുണ്യ റസൂലിനെ ഓർക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഓമന മക്കൾക്ക് പോലും ഗതിയില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, പണം. എവിടെ നോക്കിയാലും പണത്തിന്റെ പൊളപ്പ്. പണം കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ലെന്ന് ധരിച്ചു വശായവരുടെ ആഭാസ പ്രകടനങ്ങൾ, പ്രഹസനങ്ങൾ, പൊങ്ങച്ചങ്ങൾ. അതിൻ്റെ ഇടയിലാണ് നാം ജീവിതം തള്ളി നീക്കുന്നത്. പണം എല്ലാം ആവുകയില്ലെന്ന് തിരിച്ചറിവുണ്ടാകണം. കമ്പ്യൂട്ടർ നിന്റെ പിതാവിന് പകരമാവുകയില്ല, പണം നിന്റെ മാതാവിനും പകരമാവുകയില്ല, മൊബൈൽ ഫോൺ നിന്റെ ഓമന മക്കൾക്ക് പകരമാവുകയില്ല. അതുകൊണ്ടൊന്നും നിനക്ക് നിന്റെ ബന്ധങ്ങളെ കൊണ്ടുവരാൻ സാധ്യമാവുകയുമില്ല. ആർഭാടങ്ങൾക്കെതിരെ ഒരു പ്രതിജ്ഞ പുതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഇത്തരം സംഗമങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു വിവാഹത്തിന് എത്ര കാശ് മുടക്കണമെന്നതിനെ കുറിച്ച് ഒരു തീരുമാനമുണ്ടാകണം. അതിൽ മിച്ചം വെച്ച് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിക്കുവാൻ കഴിയണം. ഗൾഫിൽ വന്നിട്ട് ലീവിന് നാട്ടിൽ പോകാൻ കഴിയാത്ത മാതാവ് മരണപ്പെട്ടുവെന്നറിയുമ്പോൾ മയ്യത്തിന്റെ മുഖം കാണാൻ കഴിയാതെ 9.5 മാസത്തെ ഗർഭവും, പിന്നെ അതിനുശേഷമുള്ള പെറ്റുനോവും, അതിനുശേഷമുള്ള പരിപാലനവും, അതിനുശേഷം മലമൂത്രാദികളിൽ കിടന്ന് വളർത്തിയ ത്യാഗവും, അതിനുശേഷമുള്ള കഷ്ടപ്പാടുകളും, ഗൾഫിലെ സൗകര്യങ്ങൾക്കിടയിൽ നിന്ന് ഈ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ടവന്റെ
രോദനം കേൾക്കാൻ പണമുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ കല്യാണത്തിന്റെ മികവ് എൻ്റെ വീടിന്റെ മുമ്പിൽ വാഹനങ്ങളുടെ ക്യൂ ആണെന്നുള്ള പെരുമ്പറയടിക്കുന്നവർക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ആശ്വാസം എത്തിക്കുവാൻ ഒരു പുതിയ സംസ്കാരത്തെ ഉണർത്താൻ കഴിയണം. ലാളിത്യത്തിന്റെ സംസ്കാരത്തെ കൊണ്ടുവരാൻ കഴിയണം. ഉപജീവനത്തിന് വേണ്ടി മരുഭൂമിയിൽ വന്നവർ നാം. ആർഭാടപരതയ്ക്ക് വേണ്ടിയല്ല, ധാരാളിത്തം കാട്ടുന്നതിനു വേണ്ടിയല്ല, ജീവിതങ്ങളെ മുട്ടിക്കുന്നതിന് വേണ്ടി വന്ന പൂർവീകരുടെ സന്തതികൾ നാം. എത്ര മനോഹരം ഷെയ്ഖ് സായിദിന്റെ ഈ നാട്. രാഷ്ട്രപിതാവും രാഷ്ട്രശില്പിയുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ഈ മനോഹരമായ നാട്. ഈ മനോഹരമായ നാട്ടിൽ ഏത് വേനൽക്കാലത്തും പൂവിരിയുന്ന ഉദ്യാനങ്ങൾ, മനോഹരമായ പുഷ്പജോദ്യാനങ്ങൾ. ഈ വിനീതൻ ഇന്നിങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോഴും ഉദ്യാനങ്ങൾ കണ്ടു. നിങ്ങളത് എന്നും എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നിങ്ങൾ ഓർക്കണം പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയിൽ ഈ പൂന്തോട്ടങ്ങൾ കാണുമ്പോൾ റസൂലിന്റെ ഒരു പ്രവചനം നിങ്ങൾ ഓർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ് സഅതു ഹത്താ യക്സുറൽ മാലു വയഫീദ്. സമ്പത്ത് അധികരിക്കുകയും അത് നിറഞ്ഞൊഴുകുകയും കഴിയാതെ ഉയർത്തെഴുന്നേൽപ്പെന്ന അന്ത്യനാള് സംഭവിക്കുകയില്ല. ലോകത്ത് സമ്പത്ത് വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ യഖ്റുജർ റജുലു ബിസകാത്ത്. എത്രത്തോളം എന്നാൽ ഒരു വ്യക്തി പുറപ്പെടും ബിസകാത്തി മാലിഹി, സകാത്തിന്റെ മുതലുമായിട്ട് പുറപ്പെടും. ഫലാ യജിദു അഹദൻ യഖ്ബലുഹാ മിൻഹു. തന്റെ കയ്യിൽ നിന്ന് സകാത്ത് വാങ്ങാൻ ഒരാളെയും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയില്ല. ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണം. വഹത്താ തഊദു അർദുൽ അറബി മുറവ്വജൻ വഅൻഹാറ. അറബ് നാട് പൂന്തോട്ടങ്ങളും അരുവികളും കൊണ്ട് നിറയാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കാലത്തിനു മുമ്പ് പുലർന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്, നാളെ പുലരാൻ പോകുന്നത്, പുലരുന്നതിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയത്. വഹത്താ തഊദു അർദുൽ അറബി മുറവ്വജൻ വഅൻഹാറ. അറബ് നാട് പൂന്തോട്ടങ്ങളും അരുവികളും കൊണ്ട് പച്ച പിടിക്കാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. UAE മരുഭൂമിയിലൂടെ കാറോടിച്ചു പോകുമ്പോൾ മനോഹരമായ പൂക്കൾ മരുഭൂമിയിൽ നിറഞ്ഞു കാണുമ്പോൾ ഒരു പൂവിന് വേണ്ടി ഒരു ഉദ്യാനം, ഒരു നിറമുള്ള പൂക്കൾക്ക് മറ്റൊരു ഉദ്യാനം, വേറെയുള്ള പൂക്കൾക്ക് വേറെ ഉദ്യാനം. 2 ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ ആ നിറം മാറി വേറെ നിറമുള്ള പൂക്കളെ കൊണ്ട് വളർത്തുന്ന ഉദ്യാന പാലകന്മാർ, അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ റസൂലിന്റെ പ്രവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്ന കാലത്ത് മരുഭൂമി ഉദ്യാനമാകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കഴിയാത്ത കാലമാണ്. പക്ഷെ അത് മാത്രമല്ല പരിശുദ്ധ റസൂൽ പ്രഖ്യാപിച്ചത്. يأتي على الناس زمان الصابر فيهم على دينه كالقابض على الجمر. ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ തന്റെ ദീനിനെ ക്ഷമയോടെ സഹനത്തോടെ മുറുകെ പിടിക്കുന്നവൻ കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീന് മുറുകെ പിടിക്കുന്നത് തീക്കട്ട കയ്യിൽ പിടിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സാംസ്കാരിക പരിവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കണ്ണ് മഞ്ഞളിച്ചു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണ് മഞ്ഞളിക്കരുത്. വലിയ വലിയ സംസ്കാരങ്ങൾ കാണുമ്പോ, വലിയ വലിയ വർണ്ണപ്പൊലിമ കാണുമ്പോ കണ്ണ് മഞ്ഞളിച്ചു പോകാതിരിക്കാൻ ശ്രമിക്കണം. समझ सकते नहीं इस राज को सीना वफारा भी
പൗരസ്ത്യ സംസ്കാരത്തിന്റെ ഞരമ്പുകളിൽ രക്തം അലയടിച്ചു, രക്തം കൂളിളക്കമുണ്ടാക്കി. ഇന്ത്യയടങ്ങുന്ന പൗരസ്ത്യ ലോകത്തിന്റെ ഞരമ്പുകളിൽ നവരക്തത്തിന്റെ പ്രവേശമായി. ഈ രഹസ്യം മനസ്സിലാക്കാൻ അവിസന്നക്കോ ഫറാബിക്കോ കഴിയുകയില്ല. അല്ലാമ ഇഖ്ബാൽ വാഴ്ത്തപ്പെടട്ടെ, ഏറ്റവും വലിയ ഒരു ദർശനമാണ്, ഏറ്റവും വലിയ ഒരു തത്വമാണ് ഈ വരികളിലൂടെ ഇഖ്ബാൽ പരിചയപ്പെടുത്തുന്നത്. കിഴക്കിന്റെ ഞരമ്പുകളിൽ നവരക്തം അലയടിച്ചു വന്നു. ഈ രഹസ്യം മനസ്സിലാക്കാൻ അവിസന്നക്കും ഫറാബിക്കും കഴിയില്ല. അബൂ അലി ഇബ്നു സീന എന്ന അവിസന്ന എന്നറിയപ്പെടുന്ന അബൂ അലി ഇബ്നു സീന ആ കാലഘട്ടത്തിലെ പാശ്ചാത്യ ചിന്തക്ക് അടിമപ്പെട്ട ആളായിരുന്നു. ആ കാലഘട്ടത്തിലെ പാശ്ചാത്യ ചിന്ത എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തത്വചിന്ത. ആ ഗ്രീക്ക് തത്വചിന്തക്ക് അടിമപ്പെട്ടവരായിരുന്നു മധ്യകാലഘട്ടത്തിലെ ഈ ചിന്തകന്മാർ. അവിസന്ന, ഫറാബി, അവറോസ് എന്ന ഇബ്നു റുഷ്ദ്. ഇബ്നു റുഷ്ദിന്റെ പേര് തന്നെ യൂറോപ്പിൽ ദ ഗ്രേറ്റ് കമന്റേറ്റർ ഓഫ് അരിസ്റ്റോട്ടിൽ എന്നാണ്. അരിസ്റ്റോട്ടിലിന്റെ ഏറ്റവും മഹാനായ വ്യാഖ്യാതാവ്. അവർക്കത് മനസ്സിലാവില്ല, പടിഞ്ഞാറിന് അടിമപ്പെട്ടവർക്ക് ഇത് മനസ്സിലാവില്ല. എന്ത്? മുസൽമാൻ മുസൽമാൻ കർ ദിയാ തൂഫാൻ മഗ്രിബ് ने മുസൽമാൻ को മുസൽമാൻ കർ ദിയാ. മുസൽമാൻ നൂന് പകരം നൂന് പുള്ളില്ലാതെയാണ് അല്ലാമ ഇഖ്ബാൽ അവിടെ ഉപയോഗിച്ചത്. ഉന്യത്തിന്റെ നൂനിട്ടിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് മുസൽമാൻ എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം അവിടെ തന്റെ കാവ്യത്തിന്റെ ഉള്ളടക്കത്തെയും അതിന്റെ അർത്ഥമധുരിമയെയും കൂടുതൽ ഫലവത്താക്കാൻ മുസൽമാൻ മുസൽമാൻ കർ ദിയാ തൂഫാൻ മഗ്രിബ് ने മുസൽമാനെ മുസ്ലിമാക്കിയത് പടിഞ്ഞാറിന്റെ കൊടുങ്കാറ്റാണ്. പടിഞ്ഞാറിന്റെ കൊടുങ്കാറ്റ് വന്നപ്പോ വിശ്വാസം നഷ്ടപ്പെടില്ല ചെയ്തത്, വിശ്വാസം ഒന്നുകൂടി ബലവത്തായി. അത്ഭുതകരമായ ഒരു തത്വമാണ്. കടലിന്റെ കൊടുങ്കാറ്റിലും കടലിന്റെ അലമാലകളുടെ കോളിളക്കത്തിലുമല്ലയോ കടലിലെ മുത്ത് കൂടുതൽ തിളക്കമുള്ളതായി തീരുന്നത്. അങ്ങനെ പടിഞ്ഞാറിന്റെ കൊടുങ്കാറ്റ് വന്നപ്പോൾ പൗരസ്ത്യ നാടുകൾക്ക് പുതിയ ഉണർവായി. പൗരസ്ത്യ രാജ്യങ്ങൾ ഒരിക്കലും പൗരസ്ത്യ രാജ്യങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ടില്ല. അവരവരുടെ ആത്മാവിന്റെ സ്പന്ദനം കാത്തു സൂക്ഷിച്ചു. അവരവരുടെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെയും ഉയർത്തിപ്പിടിച്ചു. ഫിത്ന നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ മാനവ ജാഗ്രത ഉള്ളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം. ആരുടെ കൈകളിലാണോ എന്റെ ആത്മാവ്, ആ അല്ലാഹുവിനെ കൊണ്ട് സത്യം. ലാ തദ്ഹബു ദുനിയാ ഹത്താ യമൂദുൽ ഖബർ ഫയതഹററ അലൈഹി യഖൂൽ യാ ലൈതനി കുന്തു മകാന സാഹിബി ഹാൽ ഖബർ വലൈസ ലിദ്ദീനി ഇല്ലൽ ബലാ. ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഖബറിന്റെ അടുത്തൂടെ ഓടുന്ന മനുഷ്യൻ പറയുന്നത് വരെ ഞാൻ ഈ ഖബറിൽ കിടക്കുന്നവന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഖബറിന്റെ അടുത്തൂടെ പോകുന്നവന് പറയാൻ തോന്നുന്ന വിധം ലോകത്താകെ ഫിത്ന നിറയും. വലൈസ ബിഹിദ്ദീനു ഇല്ലൽ ബലാ. പരീക്ഷണങ്ങളെ കൊണ്ടല്ലാതെ അന്ന് ദീനുണ്ടാവുകയില്ല. പരീക്ഷണങ്ങളെ നേരിട്ട് കൊണ്ടല്ലാതെ തന്റെ ദീനിനെ നിലനിർത്താൻ പ്രയാസമാകുന്ന ഒരു കാലം നിങ്ങൾക്ക് വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആയിഷ റളിയല്ലാഹു അൻഹായെ പരിശുദ്ധ റസൂലിന്റെ വഫാത്തിന് ശേഷം അബൂ ബർദ റളിയല്ലാഹു അൻഹു സന്ദർശിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ രണ്ട് ഉടുപ്പ് കൊണ്ടുവന്നിട്ട് അബൂ ബർദയുടെ മുമ്പിൽ വെച്ചു. ഒന്നൊരു പരുത്ത യമനി ഉടുപ്പ്, മറ്റൊന്ന് തുന്നിയുണ്ടാക്കിയ ഒരു കുപ്പായം. ഈ പരുത്ത യമനി ഉടുപ്പ് അരക്ക് താഴേക്ക് ധരിക്കുന്നതും തുന്നിയുണ്ടാക്കിയ കുപ്പായം അരക്ക് മീതേക്ക് ധരിക്കുന്നതുമാണ്. ഈ രണ്ട് ഉടുപ്പ് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബിദ ഫീ ഹാദൈനി തൗബൈൻ.
അള്ളാഹുവിൻ്റെ റസൂല് ഈ 2 വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് ദേഹവിയോഗം ചെയ്തു പോയതെന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധനം വന്നിട്ടും അത് മുഴുവനും വിതരണം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായിരുന്ന കാലത്ത് ചുമൽ ഭാഗത്ത് കുപ്പായത്തിന് 3 കഷ്ണങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് ധരിച്ചിരുന്ന കുപ്പായം 4 ദിർഹമിൻ്റെ വിലയുള്ള കോട്ടൺ കുപ്പായമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അരുൾ ചെയ്തു, ഇന്നല്ലാഹ ലം യഅ്മുർനാ അൻ നക്സുൽ ഹിജാറത വത്തീൻ ലാ തസ്തുറുൽ ജുദുർ. അല്ലാഹു നമ്മളോട് കല്ലും മണ്ണും മറക്കാൻ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചുമരുകൾ നിങ്ങൾ കർട്ടൻ കൊണ്ട് പരവതാനി കൊണ്ട് അലങ്കരിക്കരുതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് ഒരു വിവാഹ സൽക്കാരത്തിന് ചെന്നപ്പോൾ ആ വീടിന്റെ ചുമരുകൾ നല്ല മനോഹരമായ തിരശീല കൊണ്ട് അലങ്കരിച്ചത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉമറുൽ ഖത്താബിന്റെ മകൻ ചോദിക്കുകയാണ്, മതാ തഹവ്വൽതൽ കഅബത ഫീ ബൈതിക, നീ നിന്റെ വീട്ടിലേക്ക് എന്നാണ് കഅബയെ കൊണ്ടുവന്നത്? കഅബയാണല്ലോ വസ്ത്രം കൊണ്ട് മൂടാറുള്ളത്, നിന്റെ ചുമരുകളെ നീ തിരശീല കൊണ്ട് മൂടിയത്. ഈ കഅബയെ നിന്റെ വീട്ടിലേക്ക് എന്നാണ് കൊണ്ടുവന്നതെന്ന് ആ ആതിഥേയനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ റസൂലുള്ളാഹിന്റെ അനുചരന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിക്കുകയാണ്. നമ്മൾ ഈ സദസ്സിലിരുന്നത് എന്തിനെന്നറിയുമോ? 14 നൂറ്റാണ്ട് പിറകോട്ട് യാത്ര ചെയ്യാൻ, മക്കയിലേക്ക് തിരിച്ചു പോകാൻ, മദീനയിലേക്ക് തിരിച്ചു പോകാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ. ആ കാലഘട്ടം മനസ്സിലുണ്ടാവണം, ആ ഓർമ്മകൾ മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ അറാ ശൈഅൻ ബഅദ ഹബീബി ഹത്താ അൽഖാ ഹബീബി. പരിശുദ്ധ റസൂൽ വഫാത്തായതോടെ ഒരു സഹാബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എൻ്റെ കണ്ണുകളുടെ കാഴ്ച നീ തിരിച്ചെടുത്ത് എന്നെ നീ കുരുടനാക്കേണമേ, എന്നെ നീ അന്ധനാക്കേണമേ. റസൂലിന്റെ ശേഷം ഇനി നാളെ പരലോകത്ത് വെച്ച് എൻ്റെ ഹബീബായ നബിയെ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ ഹബീബായ നബിയെ കണ്ട ഈ കണ്ണുകൊണ്ട് മറ്റൊന്നും കാണാൻ കഴിയാത്ത വിധം എൻ്റെ കണ്ണുകളെ അന്ധനാക്കേണമേ എന്നൊരു സഹാബി പ്രാർത്ഥിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പരിശുദ്ധ റസൂലിനോട് പറയുകയാണ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സില്ലതി ബൈന ജംബയ്യ. അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ 2 ചുമലുകൾക്കിടയിലുള്ള, എൻ്റെ 2 പാർശ്വഭാഗങ്ങൾക്കിടയിലുള്ള എൻ്റെ ഈ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങാണ് പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോൾ പുണ്യനബിയുടെ മറുപടിയിൽ, അയ്യുമിന അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സി. ഉമറേ, സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം സ്വത്വത്തെക്കാളും സ്വന്തം സത്തയെക്കാളും സ്വന്തം ജീവനെക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല, മുഅ്മിനാവുകയില്ല. ഇത് കേട്ടപാടെ ഭയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, വല്ലദീ അൻസല അലൈക്കൽ കിതാബ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സില്ലതീ ബൈന ജംബൈ. ആരാണോ അങ്ങേക്ക് കിതാബായ ഖുർആൻ ഇറക്കിയത്, ആ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവിനെ തന്നെ സത്യം, എൻ്റെ പാർശ്വഭാഗങ്ങളിലുള്ള എൻ്റെ നഫ്സിനേക്കാൾ, എൻ്റെ സ്വന്തത്തേക്കാൾ അങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. അതിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആൻ യാ ഉമർ എന്നാണ് പറഞ്ഞത്. ഉമറേ ഇപ്പോ, ഉമറേ ഇപ്പോ, ഉമറേ ഇപ്പൊ ശരിയായി, ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ശരിയായത് എന്നർത്ഥം.
വളരെ കുറഞ്ഞ വാചകങ്ങളിലൂടെ, വാക്കുകളിലൂടെ ഏറ്റവും വലിയ അർത്ഥധ്വനി ലോകത്തിന് നൽകുകയാണ് എപ്പോഴും പരിശുദ്ധ റസൂൽ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ആന യാ ഉമർ, സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുള്ളത്. ഒരു സ്ത്രീ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹായോട് ആവശ്യപ്പെടുകയാണ്, അക്ഷിഫീലി ഖബ്റ റസൂലില്ലാഹ്, എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ കാണിച്ചു തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ് പരിശുദ്ധ റസൂലിൻ്റെ അന്ത്യവിശ്രമസ്ഥാനം. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി റൗള ഷരീഫിൽ, പരിശുദ്ധ ഖബർ ഷരീഫിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫകശഫ്തുഹു ലഹാ, ഞാൻ ആ വനിതക്ക് പരിശുദ്ധ നബിയുടെ ഖബറിടം കാട്ടിക്കൊടുത്തു. ഫബകത് ഹത്താ മാതത്, കരഞ്ഞുകൊണ്ട് അവർ മരിച്ചുപോയി, അവർ മരണപ്പെട്ടു എന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ സയ്യിദ് ഇബ്നു ദഥിന റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട്, കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ഖുറൈശികൾ കുരിശിൽ കയറ്റുകയാണ്. ഈർച്ചവാളുകൊണ്ട് ശരീരത്തെ ഈർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ സയ്യിദ് ഇബ്നു ദഥിനയോട് ചോദിക്കുകയാണ്, അബൂ സുഫിയാൻ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നുവെങ്കിൽ എന്ന് നീ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലേ? നീ കുരിശിലേറ്റപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് കൊണ്ടുവന്ന വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഇത്ര വലിയ കഷ്ടപ്പാടുകൾക്ക് നീ വിധേയനായി തീരുകയാണ്. ഇത്ര വലിയ വേദനകൾ സഹിക്കേണ്ടി വരികയാണ്. ഈ വേദനകൾ മുഹമ്മദ് സഹിക്കുകയും നീ നിന്റെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലെന്ന് നീ മോഹിക്കുന്നില്ലേ എന്ന് അബൂ സുഫിയാൻ ചോദിക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീ തുസീബുഹു ശൗകത്തുൻ വ ഇന്നി ജാലിസുൻ ഫീ അഹ്ലി. അല്ലാഹുവിനെ തന്നെ സത്യം, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത്, തുസീബുഹു ശൗകത്തുൻ, അവർ എൻ്റെ നബി ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നബിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പറ്റുന്നതോ, നബിയുടെ മേലൊരു മുള്ളു തറക്കുന്നതോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ പുണ്യ നബി പ്രയാസപ്പെടുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് എന്ത് പറഞ്ഞാലും അത് ലോകത്ത് സത്യമായിട്ട് പുലർന്നു. അറേബ്യ മരുഭൂമി പൂങ്കാവനമാകുന്നവരെ പാകാൻ തുടങ്ങിയിട്ടുള്ളൂ, മുഴുവനായിട്ടില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഖിയാമത്ത് നാളാവുമ്പോൾ ഇവിടെ അറേബ്യ മരുഭൂമി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഹദീസ് കണ്ടിട്ട് തലങ്ങും മലങ്ങും മറിച്ച് നോക്കിയ ആ ഹദീസിന്റെ വ്യത്യസ്തമായ റിവായത്ത് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാന്നോ മദീനാന്നോ ഹിജാസെന്നോ ഒന്നും പറഞ്ഞില്ല, അർളുൽ അറബ് എന്നാണ് പറഞ്ഞത്. അറേബ്യയുടെ മണ്ണ് പൂങ്കാവനമാകുന്നവരെ, അവിടെ അരുവികൾ നിറയുന്നവരെ. അബൂദാബി പട്ടണത്തിന്റെ തൊട്ടടുത്ത് ഒരു നാടിന്റെ പേര് തന്നെ അരുവി എന്നാണ്, അൽ-ഐൻ. മാഷാ അല്ലാഹ്, ആ നാടിന്റെ പേര് തന്നെ അരുവി എന്നാണ്. റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്കതാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം വഹത്താ തഊദ അർളുൽ അറബി മുറവ്വജൻ വഅൻഹാറ. നഹർ അരുവി, അതിന്റെ മറ്റൊരു പര്യായ ശബ്ദമാണ് അൽ-ഐൻ, അതും അരുവി. ലോകത്തിന്റെ ഗുരുവേ, വിശ്വത്തിന്റെ അധ്യാപകനെ, സ്നേഹത്തിന്റെ തീരാത്ത അലകടലെ, മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ നായകനെ, കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രോദ്ഘാടകനെ, സകലമാന നന്മകളുടെയും ഉറവിടമേ, മാനവരാശിയുടെ ഏറ്റവും വലിയ നായകനെ, മാർഗദർശിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവുണ്ടെങ്കിൽ പുണ്യ റസൂലിനെ മദ്ഹ് ചെയ്യണം. പ്രസംഗത്തിന് ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് വേണ്ടി അവിടുത്തെ കാൽക്കൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം. ഇതിൽ തന്നെ ജീവിക്കുകയും ഇതിൽ തന്നെ മരിക്കുകയും ചെയ്യണം. നമ്മളെ എല്ലാവരെയും അല്ലാഹു അതിന് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് പൂർവീകർ. അവർ പരിശുദ്ധ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചു, ആ സ്നേഹത്തിൽ ലയിച്ചു, ആ സ്നേഹത്തെ ആദർശമാക്കി, അതിനെ ജീവിതത്തിന്റെ ആരോഹണമാക്കി, അതിനെ ജീവിതത്തിന്റെ ഔന്നത്യമാക്കി, അതിനെ ജീവിതത്തിന്റെ ഔത്കൃഷ്ടമാക്കി, അതിനെ സങ്കടത്തിന്റെ നിവാരണമാക്കി, അതിനെ കഥനത്തിന്റെ പരിഹാരമാക്കി. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ഒരാൾ യുദ്ധത്തിൽ പോയിട്ട് ശത്രുക്കളോട് കഠിനമായിട്ട് പടവെട്ടുകയും വലിയ ത്യാഗമനുഷ്ഠിക്കുകയും കൊല ചെയ്യപ്പെടുകയും രക്തസാക്ഷിയെപ്പോലെ ആയിത്തീരുകയും ചെയ്തപ്പോൾ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് സഹാബികൾ വിചാരിച്ചു. സ്വാഭാവികമാണ്, സഹാബികൾക്കിടയിൽ അവരോടൊപ്പം യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പടവെട്ടി മരണപ്പെട്ട് ശത്രുവിന്റെ വാളിനിരയായപ്പോ സ്വർഗാവകാശി എന്ന് സഹാബികൾക്ക് തോന്നിയതിൽ സന്ദേഹത്തിന് അവകാശമില്ല. ആ വിവരം വന്നവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അയാൾ നരകാവകാശിയാണ് എന്ന്. യുദ്ധത്തിൽ പടവെട്ടിയിരിക്കുന്നു, സഹാബത്തിന്റെ പക്ഷത്തുണ്ടായിരുന്നു, ശത്രുക്കളോട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ സഹിച്ച് യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു, ഖഡ്ഗപ്രഹരമേറ്റിരിക്കുന്നു, രക്തസാക്ഷിത്വം പോലെ വധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഗനീമത്തിന്റെ മുതൽ യുദ്ധ മുതൽ മോഷ്ടിച്ചതിന്റെ പേരിൽ അയാൾ നരകത്തിൽ കഴിയുന്നതായി മിഅ്റാജിന്റെ രാത്രി ആകാശാരോഹണത്തിൽ ഞാൻ അയാളെ കണ്ടിരിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു പാവപ്പെട്ട ഇടയൻ ആട് മേച്ച് നടക്കുമ്പോ അവനൊരു സംഭാഷണം കേട്ടു. അവന്റെ യജമാനന്മാരായ യഹൂദികൾ പറയുകയാണ്, മുഹമ്മദിനെ വകവരുത്തണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ ഭൂമിയിൽ വെച്ചേക്കരുത്, പുതിയ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ്, പുതിയ വിശ്വാസങ്ങളെ കൊണ്ടുവന്നതാണ്, അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് കേട്ടപ്പോ ഈ പാവപ്പെട്ട ഇടയനായ സഹോദരന് തോന്നി ഒന്ന് ചോദിച്ചറിയണമെന്ന്. ആ ഇടയൻ ചെന്നുകൊണ്ടവരോട് ചോദിച്ചറിഞ്ഞു, ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ വകവരുത്താൻ പോണത്? എന്തിനാണ് നിങ്ങൾ വധിക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവുമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയതുമല്ല. ഈ ഇടയനായ സഹോദരൻ നേരെ ഓടിച്ചെന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുത്തെ മുമ്പിലെത്തിക്കൊണ്ട് ചോദിച്ചു, അങ്ങ് കൊണ്ടുവന്നത് എന്തൊക്കെ തത്വങ്ങളാണ്, എന്തൊക്കെ സത്യങ്ങളാണെന്ന് പ്രബോധനം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഈ പാവപ്പെട്ടവന് വേണ്ടി വിവരിച്ചു കൊടുക്കുകയാണ്. നീ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം, നീ നമസ്കരിക്കണം, നീ അരുതാത്തതൊന്നും ചെയ്യരുത്, നീ അത് കഴിക്കരുത്, കുടിക്കരുത്, നീ ഇന്ന കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം, നീ സത്യസന്ധനാവണം, നീ സത്യനിഷ്ഠ എപ്പോഴും മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാവപ്പെട്ട ഇടയൻ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എനിക്കെന്താണ് അതിന് പകരം ഒരു ഗുണമായിട്ട് ലഭിക്കുക? ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ഈ യഹൂദൻ ചോദിക്കുകയാണ്, എങ്കിൽ ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഉടൻ തന്നെ ഈ പാവപ്പെട്ട ഇടയനൊരു സംശയം, ഇനി എൻ്റെ ആടുകൾ എന്ത് ചെയ്യും? ഞാൻ മേക്കുന്ന ആടുകൾ, ആ ആടുകളെയും കൊണ്ട് യജമാന്മാരുടെ അടുക്കിലേക്ക് പോയാൽ അവർ അങ്ങയിൽ വിശ്വസിച്ചതുകൊണ്ട് എന്നെ ഉപദ്രവിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ആടുകളെ പറ്റി നീ വ്യാകുലപ്പെടേണ്ടതില്ല, ആടുകൾ അതിൻ്റെ യജമാനന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളുമെന്ന്. ഓരോ ആടും യജമാനന്റെ അടുക്കലേക്ക്
തിരിച്ചു പോകുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കീം ഖബ്തി റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്രത്ത് ബിൻ ജദ്ദബിന്റെ സ്ഥിതി എന്താണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും വന്നിട്ട് സുമ്രയുടെ വിവരം അന്വേഷിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 10 ആളുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ അവസാനം മരിക്കുന്ന ആൾ നരകാവകാശിയായിരിക്കും എന്ന് പറഞ്ഞു. ആ 10-ൽ 8 ആൾ മരിച്ചു പോയിരിക്കുന്നു. ഞാനും സുമ്രയും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. തീയിലായിരിക്കും മരിക്കുക എന്നാണ് പറഞ്ഞത്. തീയിലായിരിക്കും മരിക്കുക. അപ്പൊ സുമ്രയുടെ സ്ഥിതി എന്താണ്? സുമ്രയുടെ സ്ഥിതി എന്താണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും വന്ന് അന്വേഷിക്കുന്നത്, ഇതിൽ ഒടുക്കം മരിക്കുന്ന ആൾ തീയിലാണ് മരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് താനാകുമോ എന്ന് എത്രയോ ഹദീസുകൾ റിവായത്ത് ചെയ്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഭയം നോക്കണം. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുമ്ര മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. അവസാനത്തെ ആളായില്ല, ആളാവുകയുമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സഹാബി. പക്ഷെ സുമ്രയും ആ നരകാവകാശമായിട്ടൊന്നും അല്ല മരിച്ചത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് ഹദീസ് പണ്ഡിതന്മാരുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ വെച്ച് അവസാനം മരിക്കുന്ന ആൾ തീയിലാണ് മരിക്കുന്നത്. ഈ സുമ്ര എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ശരീരത്തിൽ തണുപ്പ് വല്ലാതെ വിറയൽ വരും, എപ്പോഴും തണുപ്പ്. അപ്പൊ അദ്ദേഹത്തിന് ഈ തണുപ്പ് വരുന്ന സമയത്ത് വലിയ കോൾഡാണ്, ശരീരത്തിലാകെ തണുപ്പോടും. അപ്പൊ ഒരു പാത്രത്തിൽ ചുടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് കാല് ഒക്കെ ആഴ്ത്തി വെച്ച് ശരീരം മുഴുവനായി ആഴ്ത്തി വെക്കും. ഒരു ദിവസം വലിയ പാത്രത്തിൽ ചുടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് അദ്ദേഹം വീണിട്ട് മരിക്കുകയാണ്. പുണ്യ റസൂല് പറഞ്ഞത് അപ്പടി പുലരുകയാണ്, നിങ്ങൾ 10 പേരിൽ അവസാനം മരിക്കുന്ന ആള് തീയിലായിരിക്കും മരിക്കുക എന്നാണ് പുണ്യ റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തീയെന്ന് കേട്ടപ്പോൾ നരകല്ല വിചാരിച്ച് ഭയപ്പെട്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇങ്ങനെയുള്ള സദസ്സുകളിൽ വന്ന് നോക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ എത്രയെത്ര പ്രിയപ്പെട്ടവർ കാലയവനികൾക്കപ്പുറത്തേക്ക് മറഞ്ഞു പോകുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ദുഃഖത്തോടെ കഥനത്തോടെ കഴിഞ്ഞ കാലത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിക്കണം. അവരിന്ന് ഈ ലോകത്തെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കും പോകേണ്ടതാണ്. നമ്മളും ക്യൂവിലാണ്, നമ്മളും അവരുടെ പിറകിലാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോ ഓർക്കണം, നിന്റെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. കണക്കാക്കപ്പെട്ട എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. സതാപ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാര് മരണത്തിന്റെ മരവിപ്പിനെ പറ്റി ഒരു ഗവേഷണം നടത്തി. മരിക്കുമുണ്ടാകുന്ന മരവിപ്പ് അത്ഭുതകരമായിട്ടുള്ള ഒരു ഗവേഷണമായിരുന്നു. അതിൽ അവർ കണ്ടെത്തി, ശരീരവും ഹൃദയവും മസ്തിഷ്കവും മരിച്ചപ്പോഴും മനസ്സ് മരിക്കുന്നില്ല എന്ന് അവർ കണ്ടെത്തി. ശരീരം മരിച്ചു, ഹൃദയവും മരിച്ചു, മസ്തിഷ്കവും മരിച്ചു, പക്ഷെ മനസ്സ് മരിക്കുന്നില്ല എന്നുള്ളത് കണ്ടെത്തി. ആ മനസ്സിനെ ആത്മാവായിട്ട് കണക്കാക്കിയ പ്രശ്നം തീർന്നു. സയൻസ് പറയണ ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനത്തെ സോൾ എന്നങ്ങോട്ട് മാറ്റി പറഞ്ഞാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിച്ചു. മനുഷ്യൻ മരിച്ചാലും അവന്റെ മനസ്സ് മരിക്കുന്നില്ല. ദൈവം പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു കമ്പ്യൂട്ടർ വ്യവസ്ഥയല്ലയോ മനുഷ്യൻ. സർവശക്തനായ ദൈവം പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു കമ്പ്യൂട്ടർ വ്യവസ്ഥ. അതിലൊരു ബയോ സോഫ്റ്റ്വെയർ വെച്ചു. റൂഹ് എന്ന് പറയുന്ന ആത്മാവിനെ അതിലേക്ക് സന്നിവേശിപ്പിച്ചു. സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തിനുള്ളൂ, റൂഹ് ഇല്ലെങ്കിൽ ശരീരം മൃതദേഹമായി, ഒന്നിനും കൊള്ളില്ല. എന്തെങ്കിലും നമ്മുടെ കേൾവി ശക്തിക്ക് പകരമാകുമോ? മലയോളം പൊന്ന് തന്നാൽ ആരെങ്കിലും തന്റെ കേൾവി ശക്തി വിൽക്കാൻ തയ്യാറാവോ? കാഴ്ച ശക്തി വിൽക്കാൻ തയ്യാറാകുമോ?
1909 ആണ് ഡാനിഷ് ശാസ്ത്രജ്ഞനായ വില്യം ജോഹാൻസൺ ജീൻ അഭൗതിക വസ്തുവാണെന്ന് പ്രഖ്യാപിച്ചത്. ജീൻ, മനുഷ്യ ശരീരത്തിലെ ജീൻ അഭൗതികമാണ്, ഭൗതികമല്ല, മെറ്റീരിയൽ അല്ല. ഈ പദാർത്ഥ ലോകത്ത് പെട്ടതല്ല ജീൻ, അത് പദാർത്ഥത്തിനപ്പുറത്തുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നിരന്തരം പറയുന്നത് റൂഹ് അഭൗതികമായ പ്രതിഭാസമാണെന്നാണ്. ഖുലി റൂഹു മിൻ അംരി റബ്ബി, പ്രവാചകരെ അങ്ങ് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം, റൂഹ് എന്റെ ദൈവത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു ജീവിയിലെ കോശം മരണപ്പെട്ടാലും അതിലെ ജിനോം മാറ്റമില്ലാതെ തുടരുന്നതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു കോശം മരിച്ചു, ആളും മരിച്ചു, പക്ഷേ അതിന്റെ ജൈവപരമായ ഘടന, ജിനോം, അത് നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മോട് പറയുന്നത് മരണാനന്തര ജീവിതത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിക്കുകയാണ്, ഇന്നൽ മയ്യിത യസ്മഉ ഖഫ്തനി ആലിഹിം ഇദാ വല്ലു. മയ്യിത്ത് ഖബറടക്കം ചെയ്യപ്പെട്ട ശേഷം ആ മയ്യിത്തിനെ ഖബറടക്കിയ ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ അവർ ഭൂമിയിൽ ചവിട്ടുന്ന ചെരുപ്പിന്റെ ശബ്ദം മയ്യിത്ത് ഖബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് മതി കേട്ടോ ഒരു മനുഷ്യനെ നന്നാക്കാൻ. ഒരാൾ നന്നാവാൻ ഈ തിരുവചനം മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായിട്ട് ഈ ഹദീസ് ഞാൻ കണ്ടത് ഒരു 10 കൊല്ലം മുമ്പാണ്. അന്നുണ്ടായ നടുക്കം ഇന്നും മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. ഒരുപാട് ഖബർ അടക്കൽ ചടങ്ങിൽ പോയി നിൽക്കുമ്പോൾ ഇത് മനസ്സിൽ ഇങ്ങനെ അലയടിക്കും. തോർത്തുമുണ്ടിൽ കെട്ടിയിട്ട് മയ്യത്തിനെ താഴേക്ക് താഴ്ത്തുന്ന ഖബർ പണിക്കാര്, അപ്പോഴേക്കും മണ്ണ് വെള്ളം ചേർത്ത് കുഴക്കുന്ന മറ്റു പണിക്കാര്, നമ്മുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച് മൂടുകല്ല് വെച്ചിട്ട് പടുക്കുന്ന രീതി. ഖബർ നന്നായി പണിയണം എന്നാണ്. അങ്ങനെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കല്ലുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ദ്വാരങ്ങളെല്ലാം മണ്ണുകൊണ്ടടച്ച് അവസാനത്തെ കല്ല് വെക്കാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവൻ തരിച്ചു പോകണം യഥാർത്ഥത്തിൽ. കാരണം ഖബറിലേക്കുള്ള ഒടുക്കത്തെ വെളിച്ചത്തിന്റെ വാതിലാണ് പടക്കാൻ പോകുന്നത്. ഒരിറ്റു വെളിച്ചം കടക്കാത്ത മാതിരി ഇരുണ്ട അറയാക്കിയിട്ട് അതിനെ മാറ്റുകയാണ്. ഒരു തുള്ളി വെളിച്ചം കടക്കാൻ സാധ്യതയുള്ള ദ്വാരം പോലും അടച്ചു. എല്ലാം കഴിഞ്ഞ് ബന്ധുക്കൾ തിരിച്ചു പോകുമ്പോ ഇന്നൽ മയ്യിത യസ്മഉ ഖഫ്തനി ആലിഹിം, അവർ ചെരുപ്പിട്ട് ചവിട്ടുന്ന ഖബറിൽ കിടന്ന് മയ്യിത്ത് കേൾക്കുമെന്ന് പരലോകത്തിന്റെ വിജ്ഞാനങ്ങളുമായി വന്ന ദൈവദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമായിട്ടുള്ള ഇത്തരം വിജ്ഞാനങ്ങൾ പരിശുദ്ധ റസൂൽ നമുക്ക് നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണത്. ഏത് നാട്ടിൽ വെച്ച്, എവിടെ വെച്ച്, എപ്പോൾ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നമ്മളെ കാത്തി നിൽക്കുന്ന ഒരു ദിവസവും ഒരു സന്ദർഭവുമാണത്. ഉംർ സാരി ഗുനാഹോं में गुजरी बारसा बन गए हैं वो ऐसे जैसे गंगा नहाए हुए हैं. ജീവിതത്തിൽ മുഴുവൻ പാപങ്ങൾ ചെയ്തവനും ഗംഗ മുങ്ങിക്കുളിച്ച പോലെ ശുദ്ധനാണെന്ന ഭാവത്തോടെ മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാതെ ജീവിക്കുകയാണ്. മർത്തദം തക് കിസീനെ ന പൂച്ച ബാദ് മർനെ കോ മയ്യത്ത് കോ മേരി ലോഗ് സർ പേ ഉഠായേ ഹുവേ ഹേ. മരിക്കുന്ന ദിവസം വരെ തിരിഞ്ഞു നോക്കാത്തവനും ഞാൻ മരിച്ചെന്ന് കേട്ടപ്പോൾ എന്നെ ചുമലിലേറ്റാൻ വന്നിരിക്കുകയാണ്. മയ്യത്തും കട്ടിൽ ചുമലിലേറ്റാൻ എല്ലാവരും വരും, ബന്ധുക്കളും അയൽക്കാരും. അതുവരെ തിരിഞ്ഞു നോക്കാത്തവനും കടന്നു വന്നേക്കും. अपनी मिट्टी से कह दो, अपनी मिट्टी से कह दो, दाग लगने न पाए कफन को, दाग लगने न पाए कफन को. आज ही हमने बदले कपड़े, आज ही हम नहाए हुए हैं. ए ഖബറേ, നീ നിന്റെ
പിന്നെ മണ്ണിനോട് പറയണം എന്റെ കഫൻ തുണിയിൽ അഴുക്കാക്കരുത്, എന്റെ കഫൻ പുടവയിൽ അഴുക്ക് പുരളാതെ നോക്കണമെന്ന് ഖബറേ നീ മണ്ണിനോട് പറയണം. ആജിഹി ഹംനെ ബദലേ കപടേ ആജിഹി ഹം നഹായേ ഹുവേ. ഇന്നാണ് മരിച്ചതും, ഇന്നാണ് ആളുകൾ എന്നെ കുളിപ്പിച്ചതും, ഇന്നാണ് എന്നെ പുത്തനുടുപ്പിട്ട് ഖബറിൽ കൊണ്ടുവന്ന് കിടക്കിയത്. സുർഖ് ആँखों में काजल लगा है, सुर्ख आँखों में काजल लगा है, रुख पे वादा सजाए हुए हैं, ऐसे आए हैं मैयत पे मेरी जैसे शादी में आए हुए. കണ്ണിൽ സുർമ തേച്ച് സുർഖ് ആँखों में काजल लगा है. അല്ലാണ്ട് അലങ്കരിച്ചിട്ട് പെണ്ണുങ്ങളും മയ്യത്തിന്റെ ജനാസയിൽ വന്ന കാര്യമാണ് കവി പറയണത്. വൈസെ ആയേ മയ്യത്ത് പെ മേരി ജൈസെ ഷാദി പെ ആയേ ഹുവേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് കവിതല്ലേ. ഇതും ഇതിലപ്പുറം നടക്കണ്ടേ നമ്മളെ നാട്ടിൽ. എല്ലാ സ്വർണ്ണാഭരണവും മേലിൽ അണിഞ്ഞിട്ട് ഇനി സ്വർണം കെട്ടാൻ വേറെ സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ കേരളത്തിൽ മലബാറിലെ ചില സ്ഥലത്തെ പെണ്ണുങ്ങൾ പൊന്നിന്റെ ബെൽറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഡ്രസ്സിന്റെ മുകളിൽ ചുറ്റാൻ തുടങ്ങി. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി കേരളത്തിൽ. ഏഷ്യയിൽ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു മനസ്സിലാക്കണം, നമ്മൾ ചൂഷണത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ എന്തിനാ ഇത്രയേറെ ജ്വല്ലറി? ഇവരാരും ചോദിച്ചിട്ടില്ലല്ലോ, ചോദിക്കാൻ സമയമായിരിക്കും. കേരളത്തിൽ ഇത്രയേറെ ജ്വല്ലറികൾ, ഒരു കൊച്ചു സ്ഥലം, ഒരു കൊച്ചു ജനത, അത്ര വലിയ ജനസംഖ്യ, അവിടെ ഇത്രയേറെ ജ്വല്ലറികൾ ഓരോ പട്ടണത്തിലും ഒരുപാട്. അതൊരു ജനതയുടെ മാനസികമായിട്ടുള്ള ഒരു തകരാറല്ലേ? പൊന്നിന്റെ ഒരു ഭ്രമമല്ലേ അത്? അതൊരു മാനസികമായ ആരോഗ്യത്തെയാണോ സൂചിപ്പിക്കുന്നത്? ഇത്രയേറെ സ്വർണ്ണക്കടകൾ ഒരു ജനതയുടെ മാനസികമായ സമ്പന്നതയെ സൂചിപ്പിക്കുന്നില്ല, മാനസികമായ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള ബെൽറ്റ് ചിലർ കിട്ടുന്നില്ല. കാരണം ചില ചെറുപ്പക്കാരായ മോഷ്ടാക്കൾ ഇറങ്ങിയിട്ട് ബൈക്കുമ്പോൾ വന്നിട്ട് കൊണ്ടുപോകും. ചെയ്തത് വളരെ മോശമാണെങ്കിലും അവർ അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്ര വലിയ ആഭാസം കാണിക്കുന്നവരോട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേറെ എന്താ വഴി? അപ്പൊ ഇല്ലാന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ ആരും ധൈര്യമില്ല. ആഭാസവും ആർഭാടവും അസൂയുണ്ടാക്കും. അസൂയ ജനതക്കടയിൽ വളരെ മോശപ്പെട്ട ബന്ധങ്ങൾ സൃഷ്ടിക്കും, നല്ല ബന്ധങ്ങളെ തകർക്കും. അസൂയ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തെറ്റാണ്. അസൂയ ജനിപ്പിക്കുക, കരുതിക്കൂട്ടി അസൂയ ഉണ്ടാക്കുക, കാണുന്നവരുടെ മനസ്സിൽ ജലസി ക്രിയേറ്റ് ചെയ്യുക, അസൂയ ഉണ്ടാക്കുക. ലോകത്ത് ഏതെങ്കിലും ജനത പൊന്നോണ്ട് ശരീരത്തിൽ ഡ്രസ്സിന്റെ മുകളിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ മലബാറിൽ മാത്രം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കവി പറയുമ്പോ തെറ്റിദ്ധരിച്ചു പോണ്ട. ऐसे आए हैं मैयत पे मेरी जैसे शादी पे आए हुए हैं. കല്യാണത്തിന് വന്ന മാതിരിയാണ് പമ്പർന്നോട് എൻ്റെ മയ്യത്ത് കാണാൻ വന്നിരിക്കുന്നതാണ് കവി പറയുന്നത്. മയ്യത്ത് പെ മേരി, എൻ്റെ മയ്യത്ത് എന്ന് കവി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് അദ്ദേഹം പരാതിപ്പെടുന്നതെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. ആർഭാടങ്ങൾക്കെതിരായിട്ടുള്ള ജാഗ്രത ഇന്ന് ലോകത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. ദുർബലർക്ക് വേണ്ടിയും അവശർക്ക് വേണ്ടിയും നിലകൊള്ളാൻ ലോകത്തെല്ലാവരും ബാധ്യസ്ഥരായി തീരണം. സ്ത്രീകളുടെ സുരക്ഷിതത്വം, അവരുടെ അഭിമാനം പുണ്യ റസൂൽ തന്റെ കാര്യപരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാക്കി. മദീനയിലെ മസ്ജിദിലേക്ക് സുബഹിക്ക് വേണ്ടി ബാങ്ക് മുഴങ്ങിയ സമയത്ത് അരണ്ട വെളിച്ചത്തിൽ സ്ത്രീകളും മസ്ജിദിലേക്ക് വന്നിരുന്ന കാലത്ത് ഒരു പെണ്ണിനെ മാനഭംഗം ചെയ്യാൻ ഒരാൾ ശ്രമിച്ചു. ആ സഹോദരി ഒച്ച വെച്ചു. പുണ്യ റസൂലിന്റെ കാലഘട്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ വിഷയമെത്തി. ഈ സ്ത്രീ ഒച്ച വെച്ചപ്പോ കുറെ ആളുകൾ ഓടി വന്നു. ആദ്യം ഒരാൾ ഓടി വന്നു. ആ ഓടി വന്ന ആള് പോയി. പിന്നെ വേറെ കുറെ ആളുകൾ ഓടി വന്നു. ഓടി വന്ന ആളുകൾ പിടിച്ചു കൊണ്ടുവന്നത് രണ്ടാമത് ഓടിപ്പോയ ആളാണ്. യഥാർത്ഥത്തിൽ മാനഭംഗം ചെയ്ത ആളല്ല. അദ്ദേഹം പിടിക്കാൻ വേണ്ടി ഓടിയതാണ്. ആ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹോദരി പറഞ്ഞു, ഇദ്ദേഹമാണ് എന്നെ മാനഭംഗം ചെയ്തതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, ഞാൻ അദ്ദേഹത്തെ പിടിക്കാൻ പോയതാണ്, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് വിചാരണ ചെയ്യണം, ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഘട്ടം എത്തിയപ്പോഴേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയാണ്, അദ്ദേഹത്തെ ശിക്ഷിക്കരുത്,
അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ തൗബക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നു, ഞാനാണ് ആ തെറ്റിന് ഉത്തരവാദി, എന്നെ ശിക്ഷിക്കണം എന്ന് പറയാം. ലോകത്തിന്നത്തെ സ്ഥിതി എന്താ? ബന്ധുക്കളിൽ നിന്ന് പോലും മാനം കാക്കാൻ പാടുപെടേണ്ടി വരുന്ന കാലഘട്ടം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിവിശേഷങ്ങളെ, ആദർശങ്ങളെ നാം ഈ ലോകത്ത് പുനഃസ്ഥാപിക്കാൻ നിർബന്ധിതരായിത്തീരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു لا تقوم الساعة حتى يحسر الفرات عن جبل من ذهب يقتتل الناس عليه فيقتل من كل 199. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. യൂഫ്രട്ടീസ് നദി വരണ്ടുണങ്ങി അതിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല പ്രത്യക്ഷമാകുന്നത് വരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂഫ്രട്ടീസ് നദി വരണ്ടു പോയിട്ട് അതിൽ നിന്നൊരു സ്വർണമല ഉണ്ടായി വരുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ആ സ്വർണത്തിന് വേണ്ടി ആളുകൾ പടപൊരുതും. 199 പേരും ആ സ്വർണത്തിന് വേണ്ടിയുള്ള മത്സരത്തിലും പോരാട്ടത്തിലും കൊല ചെയ്യപ്പെടും. വയഖൂലു കുല്ലു റജുലിൻ മിൻഹും ലഅല്ലി അകൂനു അനല്ലദീ അൻജൂ. ഓരോരുത്തരും സ്വർണത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ച് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്ന വിധം, ആഗ്രഹം പ്രകടിപ്പിക്കുന്ന വിധം. ഇറാഖിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുഴ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും പ്രധാനമായിട്ടുള്ള പ്രവചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ ഹമറഹു ഫലാ യഖുദു മിൻഹു ശൈഅ. നിങ്ങൾ ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ ആരാണോ ഉള്ളത് അവരാരും ആ സ്വർണത്തിൽ നിന്ന് ഒന്നും എടുക്കരുത്. യൂഫ്രട്ടീസ് നദി വരണ്ടിട്ട് ഒരു സ്വർണ്ണമല വരും, അതിനുവേണ്ടി ആളുകൾ പോരടിക്കും, 199 ആൾ മരിക്കും. നിങ്ങൾ ആ സ്വർണത്തിൽ നിന്നും എടുക്കാൻ പോകരുത്. സ്വർണത്തിന്റെയും ധനത്തിന്റെയും മോഹം ആളുകളുടെ മനസ്സിൽ നിന്ന് പറിച്ച് കളയാൻ പരിശുദ്ധ റസൂൽ ആഗ്രഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോൾ പുലർന്നിട്ടുള്ള പ്രവചനമല്ല, പുലരാൻ പോകുന്ന പ്രവചനമാണ്. യൂഫ്രട്ടീസ് നദി ഇപ്പോഴും ഒഴുകുന്നുണ്ട്, അതിൽ വെള്ളമുണ്ട്. അതിൽ സ്വർണത്തിന്റെ ഒരു മല വരിക, ആളുകൾ യുദ്ധം ചെയ്യാം. മറ്റൊരു പ്രവചനം, ഒരു കാലം ജനങ്ങൾക്ക് വരാനിരിക്കുന്നു, വിശ്വാസിയായ മനുഷ്യന്റെ ഏറ്റവും നല്ല മുതൽ ആടായിത്തീരും. അതുകൊണ്ട് അവൻ കുന്നുമലകൾ കയറും, താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. ഫിത്നയിൽ നിന്ന് തന്റെ ദീനുമായിട്ട് വിശ്വാസി ഓടുകയും ചെയ്യും. ഒരു കാലം വരും, വിശ്വാസിയുടെ ഏറ്റവും നല്ല മുതൽ ആടായിത്തീരും. നേരത്തെ പറഞ്ഞ ഹദീസ് സഹീഹ് മുസ്ലിമാണ്. ഇതും വളരെ സഹീഹായ ഹദീസാണ്. ആടിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയേണ്ടതില്ല. ആട്, അതിൻ്റെ പാല് പ്രയോജനകരം, അതിൻ്റെ കമ്പിളി പ്രയോജനകരം. ആടിന് തീറ്റ കൊടുക്കാൻ പുൽച്ചെടി മതി. ഉണങ്ങിയ പുല്ലാണെങ്കിലും ആട് ജീവിക്കും. ആടിന് ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റും, ആടിൻ്റെ ഇറക്കങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ കഴിയും. ആട് മേയ്ക്കുന്നവന്റെ സ്വഭാവത്തെ ആട് ശക്തമായിട്ട് സ്വാധീനിക്കും. ശാന്തത വരും ആട് നോക്കുന്നവന്, ഗാംഭീര്യം വരും. ആട് ലഘുവായിട്ടാണ് നടക്കുക. ഒട്ടകത്തിന്റെ നടത്തം, പശുവിന്റെ ഓട്ടം, അതൊക്കെ ആടിൽ വളരെ ചുരുക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വൽ ഫഖ്റു വൽ ഖുയലാഉ ഫി അസ്ഹാബിൽ ഇബൽ വസ്സകീനത്തു വൽ വഖാറു ഫി അഹ്ലിൽ ഗനം. ശാന്തതയും ഗാംഭീര്യവും ആടിന്റെ ആളുകൾക്കുള്ളതാണ്. അതേസമയം അഹങ്കാരവും അഭിമാനം, മേനിപറച്ചിലും ഒട്ടകത്തിന്റെ അവകാശികൾക്കുള്ളതുമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി, മുസ്ലിം എല്ലാ ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. ആടിന്റെ അഹലുകാരുടെയും ഒട്ടകത്തിന്റെ അഹലുകാരുടെയും ഈ സ്വഭാവം. ആട് മേയ്ക്കുന്നവന് നല്ല ജാഗ്രത വേണ്ടി വരും. ആട് കൂട്ടം തെറ്റിപ്പോവോ, ശത്രുക്കൾ കൊണ്ടുപോവോ, ചെന്നായ പിടിക്കുവോ. പിന്നെ ആട് നോക്കുന്നവന് നല്ല ദയ വേണ്ടി വരും. ആടിനെ സംരക്ഷിക്കേണ്ടി വരും.
ആട് നോക്കുന്നവന് പരസഹായത്തിന് സന്നദ്ധനാകേണ്ടി വരും. ചിലപ്പോൾ ആടിനെ എടുക്കേണ്ടി വരും, ആടിന്റെ കുട്ടികളെ കയ്യിലെടുത്ത് നടക്കേണ്ടി വരും, കുട്ടിയെ ചുമക്കേണ്ടതായിട്ട് വരും. ആട് മേക്കുന്നവന് ക്ഷമ നല്ലോണം വേണ്ടി വരും. ആടെന്തെങ്കിലും ഇടയന് പറ്റാത്തത് ചെയ്താലും ഒരു പരിധി വിട്ട് ആടിനെ പരിക്കേൽപ്പിക്കാൻ കഴിയില്ല. പരിക്കേൽപ്പിച്ചാൽ മുതൽ നഷ്ടപ്പെട്ടു പോകും ഇടയന്റെ. കാരണം ആട് ചെറിയ പരിക്ക് കൊണ്ട് തന്നെ ജീവനാശം സംഭവിക്കും. പശുവിനെ തല്ലുന്ന മാതിരിയൊന്നും ആടിനെ തല്ലാൻ പറ്റില്ല. ഒട്ടകത്തെ തല്ലുന്ന മാതിരി തല്ലാൻ കഴിയില്ല. ആട് ഒരു പാവം ജീവിയാണ്. നല്ലോണം മർമ്മത്തെ കൊണ്ട് ആട് പെട്ടെന്ന് ചത്തുപോകും, മുതൽ നഷ്ടപ്പെട്ടു. അപ്പൊ ക്ഷമ അല്ലാതെ ഒരു നിവൃത്തിയില്ല. ആട് മേക്കുന്നവന് വലിയ ക്ഷമ വേണ്ടി വരും. ആടിന്റെ മുമ്പിലും പിമ്പിലും നോട്ടം വേണ്ടി വരും. ചില ആട് പിന്നിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മളെ ധരിപ്പിക്കുന്നത് ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ആടായിരിക്കും ഏറ്റവും നല്ല മുതലെന്നാണ്. അതൊരു പക്ഷേ ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ സൂചനയുമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടണങ്ങളിൽ നല്ല മുതലുണ്ടാവുന്നല്ല പറയുന്നത്. ഒരു കാലം വരും മുസ്ലിമിന്റെ ഏറ്റവും നല്ല മുതൽ ഖൈറു മാലി റജുൽ മുസ്ലിമിൽ ഗനം എന്നാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മേക്കാൻ പോവാന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ ആട് മേക്കാൻ കഴിയില്ല, ഗ്രാമങ്ങളിലേക്ക് കുടിയേറുക. ഇന്ന് പരിസര മലിനീകരണവും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ റസൂലിന്റെ ഈ ഹദീസിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വലിയ അർത്ഥകൽപ്പനകളാണ് നമ്മൾ കൽപ്പിക്കേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് യത്ബഉ ബിഹാ ശഅഫൽ ജിബാൽ, ആടിനെയും കൊണ്ട് മല കയറും, മലയുടെ ഉയരങ്ങളിലേക്ക് പോകും ആട് മേക്കുന്ന ആള്. വമവാഖിഅൽ ഖതർ, താഴ്വാരങ്ങൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ പട്ടണങ്ങളിൽ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറയാൻ കാരണം. പട്ടണങ്ങളിൽ ആട് മേക്കുമ്പോൾ മല കയറാൻ കഴിയില്ല, പട്ടണങ്ങൾ മല തന്നെയല്ല, ഉള്ള സ്ഥലത്ത് ആടിനെ മേക്കാനും കഴിയില്ല. അപ്പൊ അത് സ്വാഭാവികമായി പ്രാന്തപ്രദേശങ്ങളിലേക്കും ഗ്രാമീണ ജീവിതത്തിലേക്കുമുള്ള തിരിച്ചുപോക്കാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആട് മേക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം, ആട് മേക്കാതെ ഒരു നബിയെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല. വ അൻത, സഹാബത്ത് ചോദിച്ചു, അങ്ങോ? നഅം കുൻതു അർആഹാ അലാ ഖറാറീത് ലി അഹ്ലി മക്ക, ഞാനും മക്കയിലെ ആളുകളുമായിട്ട് കരാർ ചെയ്തിട്ട്, കറാറീത്ത് എന്ന് പറഞ്ഞാൽ ദീനാറിന്റെ ദിർഹമിന്റെ ഒരംശം, നാണയങ്ങൾ കരാർ പറഞ്ഞിട്ട് വില ഉറപ്പിച്ചിട്ട് ഞാൻ ആട് മേച്ചിരുന്നു, ആട് മേച്ചാൽ ഇത്ര തരും എന്ന് പറഞ്ഞിട്ട് എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുക്റഹു ലിർറജുലി അൻ യഖൂൽ ഖാല റസൂൽ, ഖാല റസൂൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വെറുക്കപ്പെട്ടതാണ്. ഖാല റസൂൽ എന്ന് പറയരുത് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. വലാകിൻ യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅദീമൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനത്തോടെ പകരം അയാൾ പറയണം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. മദീന പട്ടണത്തിലൂടെ നമ്മുടെ മാനസം സഞ്ചരിക്കുമ്പോ, നമ്മുടെ ആത്മാവ് മദീനയെ വട്ടമിട്ട് പറക്കുമ്പോ നമ്മൾ ഓർക്കണം, അവിടെ ഒരേ മസ്ജിദിൽ രണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് പരിശുദ്ധ റസൂലിന്റെ സഹാബത്ത് നമസ്കരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫജ്ർ നമസ്കരിക്കുന്ന വേളയിൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു, കഅബക്ക് നേരെ തിരിയുവിൻ. ഷാമിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞിരുന്ന സമൂഹം കഅബക്ക് നേരെ തിരിയുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ തലയിൽ ചുമട് ചുമന്നുകൊണ്ട് നടന്നു പോകുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിക്ക് സഞ്ചരിക്കുകയാണ്. റസൂലിന്റെ കൂടെ അൻസാരികളുണ്ട്. വാഹനത്തിലൂടെ പോകുമ്പോ അസ്മാഇന്റെ തലയിൽ സുബൈറിന്റെ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച വിറകിന്റെ ചുമടാണ്. അസ്മാ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ പരിശുദ്ധ റസൂൽ പറയുകയാണ്, അസ്മായെ നീ വാഹനത്തിൽ കയറിക്കൊള്ളൂ. നടന്നു പോകുമ്പോ ചുമല് തലയിൽ വെച്ച് നടന്നു പോകുന്ന അസ്മാഇനെ കണ്ടപ്പോ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാ പറയുകയാണ്, എനിക്ക് ലജ്ജ തോന്നി ആണുങ്ങളുള്ളപ്പോൾ, അതുകൊണ്ട് ഞാൻ മാറി നിന്നപ്പോ എന്റെ ലജ്ജ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങി. മസ്ജിദിലെ തൂപ്പുകാരി മരണപ്പെട്ടപ്പോ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിവരമറിയിച്ചില്ല? പാവപ്പെട്ട ഒരു തൂപ്പുകാരി, മസ്ജിദ് വൃത്തിയാക്കിയിരുന്ന തൂപ്പുകാരി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ ഏതെന്ന് ചോദിച്ച് ഖബറിൽ ചെന്നുകൊണ്ട് ജനാസ നമസ്കരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂമ്പനാമ മുസ്തഫ ഖാനം ദറൂദ് അസ് ഖജാലത്ത് ആബ് മീഗർ ദർവജൂദ്. ചൂമ്പനാമ മുസ്തഫ ഖാനം ദറൂദ് അസ് ഖജാലത്ത് ആബ് മീഗർ ദർവജൂദ്. മുസ്തഫയുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ ഉമ്മ തന്നെ ലജ്ജയാൽ വെള്ളമാവുകയാണ്. എന്റെ വ്യക്തിത്വവും എന്റെ സ്വത്വവും നാണം കൊണ്ട് ലജ്ജിച്ചുകൊണ്ട് വെള്ളമാവുകയാണ്. ഇഷ്ഖ് മേ ഗോയത് കെ മഹ്കൂമ ഗൈർ സീനത്തോ അസ്ബുതാനെ മാനിന്ദദേർ. ഇഷ്ഖ് മേ ഗോയത് കെ മഹ്കൂമ ഗൈർ സീനെ തോ അസ്ബുതാനെ മാനിന്ദദേർ. താനദാരി അസ് മുഹമ്മദ് രംഗബൂ അസ് ദറൂദ് ഖൂദ് മിയാനാമേ ഊ. സ്നേഹം എന്നോട് പറയുകയാണ്, ഇഷ്ഖ് മേ ഗോയദേ മഹ്കൂമ ഗൈർ, മറ്റുള്ളവർക്ക് അധീനപ്പെട്ടവനെ, സീനയെ തോ അസ്ബുതാനെ മാനിന്ദദേർ, നിന്റെ ഹൃദയം ഒരു വിഗ്രഹ നിർഭരമായ കോവില് പോലെ ആയിരിക്കുന്നു. ഒരുപാട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതിന്റെ ഫലമായി നിന്റെ നെഞ്ച് ഒരു കോവിൽ പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് സ്നേഹം എന്നോട് പറയുകയാണ്. താനദാരി അസ് മുഹമ്മദ് രംഗബൂ, നീ വെറുതെ മുഹമ്മദിന്റെ നിറവും മണവും സ്വീകരിക്കാതെ നബിയുടെ സലാത്തിനെ വികലമാക്കാതെ നീ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറവും വർണ്ണവും സ്വീകരിക്കാതെ സലാത്ത് ചെല്ലുക വഴി നീ സലാത്തിനെ വികലമാക്കരുത്, അതിനെ അപമാനിക്കരുത്. നീ സലാത്ത് ചെല്ലുമ്പോ നബിയുടെ വർണ്ണവും നബിയുടെ സുഗന്ധവും നീ സ്വീകരിക്കണം, നബിയുടെ നിറവും മണവും നീ സ്വീകരിക്കണം. അല്ലാഹു നമുക്ക് അതിന് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ലാ തജ്അലൂ ഖബ്രി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ഉത്സവസ്ഥലമാക്കരുത്. വലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളുമാക്കരുത്. വസല്ലൂ അലൈഹി വസല്ലിമൂ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. ഹൈതുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ഭൂമിയുടെ ഏത് ദിക്കിലാണെങ്കിലും നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. ഫസയബുലുനി സലാമുക്കും വസലാത്തുക്കും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്തും സലാമും എനിക്ക് എത്തിക്കൊണ്ടിരിക്കും. അത്ഭുതകരമായ ഹദീസാണ്. ലാ തജ്അലൂ ഖബ്രി ഈദൻ, ഖബറിനെ ഉത്സവസ്ഥലാക്കി അവിടെ സമ്മേളിച്ച് അവിടെ പന്തലിട്ട് അവിടെ വന്ന് ഭജനിരുന്ന് ഒരുപാട് ജനതകൾ അങ്ങനെ കഴിച്ചു. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വീടുകളെ ഖബറുകളുമാക്കരുത്. വസല്ലൂ അലൈഹി വസല്ലിമൂ ഹൈതുമാ കുൻതും, ഹൈതുമാ കുൻതും എന്നുള്ളതിന് അടിവരയിടണം. നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. വിമാനത്തിലിരുന്ന് ചൊല്ലുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, സുഹൃത്തുക്കൾ, ബസ്സിലിരുന്ന് ഞാൻ ചൊല്ലുന്നു എന്ന് അറിയിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ. നമ്മൾ കേരളത്തിൽ സ്വലാത്തിൻ്റെ ഒരു പരിവർത്തന പ്രസ്ഥാനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ച് തുടങ്ങി, അത് വിജയിച്ചു. ഇന്നിപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത സമുദായത്തിലെ എല്ലാ സംഘടനകളും വിഭാഗങ്ങളും ഹൈതുമാ കുൻതും ഫസയബ്ലുഗുനി സലാമുക്കും വസലാത്തുക്കും, നിങ്ങളുടെ സ്വലാത്തും സലാമും എന്നിൽ എത്തുക തന്നെ ചെയ്യും. ഇന്ന അഫ്ളല അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്.
ജുമുഅ ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസമാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഖുബിർ, ആദമിന്റെ ദേഹവിയോഗവും അന്ന് തന്നെ. വഫീഹി നഫ്ഖ, സൂറെന്ന കാഹളത്തിൽ ഊതുന്നതും വെള്ളിയാഴ്ച. വഫീഹി സഅഖ, ഖിയാമത്തിന്റെ കിടിലമായ തകർച്ചയുടെ ആരവം മുഴങ്ങുന്നതും അന്ന് തന്നെ. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്ത്, അന്ന് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതറൈന ഹാദിഹിൽ മഖ്ബറ, ബഖീഇനെ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ ഖബർസ്ഥാൻ നിങ്ങൾ കാണുന്നില്ലയോ? യബഅസുല്ലാഹു മിൻഹാ 70000 യൗമൽ ഖിയാമത്തി അലാ സൂറത്തിൽ ഖമർ. അല്ലാഹു ഈ ബഖീഇൽ നിന്ന് 70,000 പേരെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഖിയാമത്തിന്റെ ദിവസത്തിൽ. അലാ സൂറത്തിൽ ഖമർ യൗമൽ ബദർ, പൗർണമിയുടെ രാത്രി എപ്രകാരം ചന്ദ്രൻ തിളങ്ങുന്നുവോ അപ്രകാരം തിളക്കത്തോടെ 70,000 പേര് ബഖീഇൽ നിന്ന് ഖിയാമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, അവർ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് ബഖീഇൽ ഖബറടക്കം ചെയ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ തലഭാഗത്ത് ഒരു കല്ല് വെക്കുകയാണ്. എന്നിട്ട് പുണ്യ നബി പറയുകയാണ്, ഹാദാ ഖബ്റു ഫറത്തിനാ, ഇത് നമ്മുടെ ഫറത്തിന്റെ ഖബറാണ്. ഫറത്ത് എന്ന് പറഞ്ഞാൽ യാത്രാ സംഘത്തിൽ മുൻകൂട്ടി പോയിട്ട് പിന്നാലെ വരുന്നവർക്ക് സൗകര്യം ചെയ്യുന്ന ആളാണ് അറബി ഭാഷയിൽ ഫറത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫറത്ത്, നമുക്ക് മുമ്പ് പോയ ആൾ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾ. എന്തൊരു ബഹുമതിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ വാക്കുകളിലൂടെ എത്ര വലിയ ബഹുമതിയാണ് പറയുന്നത്. പിന്നെ സഹാബികളിൽ നിന്ന് ആര് മരണപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, ഐന നദ്ഫനു, എവിടെയാണ് ഈ സഹാബിയെ ഖബറടക്കം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇൻദ ഫറത്തിനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, നമ്മുടെ ഫറത്തായ ഉസ്മാന്റെ അടുക്കൽ തന്റെ പ്രിയപ്പെട്ട പുത്രി സൈനബിനെ ഖബറടക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽഹത്തി ബിസലഫിന സ്വാലിഹിൽ ഖൈർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, പൊന്നുമോളെ സൈനബ്, നീ നമ്മുടെ പൂർവീകനായ സാലിഹായ ഉസ്മാനോട് ചേരൂ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സാലിഹായ പൂർവീകനോട് ചേരൂ എന്ന് പ്രിയപ്പെട്ട പുത്രി സൈനബിനെ ഖബറടക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം ബഖീയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചപ്പുറത്ത് നമ്മൾ പച്ചക്കുബ്ബ കാണാം. പരിശുദ്ധ റസൂൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നബിയുടെ കുടുംബക്കാരും സഹാബികളും 70,000 പേര് 14-ാം രാവിലെ പൗർണമിയുടെ തിളക്കത്തോടെ ഖിയാമത്ത് നാളിൽ ബഖീയിൽ നിന്ന് ഉണരുന്നാണ് പറഞ്ഞത്. ഉയർത്തെഴുന്നേൽക്കും. അത്ഭുതകരമായ നാട് മദീന പട്ടണം. മദീനയിൽ ഇന്ന് ആര് മരണപ്പെട്ടാലും ആ ആൾക്ക് മരിച്ചെടുക്കാനുള്ള സ്ഥലം ബഖീയാണ്. എത്രയോ മലയാളികൾ ബഖീയിലുണ്ട്. മലയാളികളും മറ്റുള്ള നാട്ടുകാരെ പോലെ. കാരണം മദീനയിൽ വെച്ച് മരണപ്പെടുന്നവരെ മറ്റൊരു ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാറില്ല. മദീനയിലെ ഈ മഹാന്മാരായ പൂർവീകരുടെ ഖബറുകളൊക്കെ സ്ഥിരപ്പെട്ട് ഏതാണെന്നറിയാം. സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹ, സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ, പരിശുദ്ധ റസൂലിന്റെ പ്രിയപുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അതുപോലെ എത്രയോ മഹത്തുക്കൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ പിന്നുള്ള ഖബറുകൾ മാറ്റി പുതിയ ഖബർ അവിടെ തന്നെ ഖബറടക്കം ചെയ്യപ്പെടാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത്ഭുതകരമായിട്ടുള്ള ഒരു വസന്തമായി ലോകത്തേക്ക് വരികയും 63 വർഷം കൊണ്ട് ലോകത്തെ മാറ്റിപ്പണിയുകയും ചെയ്തു പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. 63 വർഷത്തിൽ നുബുവത്തിന് ശേഷം കിട്ടിയ 23 വർഷം കൊണ്ട് ലോകത്തെ മുഴുവനും മാറ്റി, ലോകത്തിന്റെ ഘടന മാറ്റി, ലോകത്തിന്റെ സ്വഭാവത്തെ ഒന്നടങ്കം പരിശുദ്ധ റസൂൽ മാറ്റിപ്പണിതു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഖുർആനിൽ പോലും അവിടുത്തെ മുഅ്ജിസത്തുകൾ ഒന്നൊന്നായിട്ട് അല്ലാഹു എണ്ണി വിശേഷിപ്പിച്ച് നമുക്ക് വിവരിച്ചു തന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പരിശുദ്ധ റസൂലിനെ ഉപദ്രവിച്ചതിന്റെ ഫലമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തടസ്സങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ദണ്ഡനങ്ങളും ഏൽപ്പിച്ചതിന്റെ ഫലമായി അബൂലഹബിന്റെ 2 കരങ്ങളും തകർക്കപ്പെടുന്നതിന്റെ സൂചന, അബൂലഹബിനും പത്നിക്കും വരുന്ന ദുരന്തത്തിന്റെ ഗതികേട് മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കപ്പെട്ടു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. റോമയുടെ വിജയം പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിട്ട് പ്രവചനമായിട്ട് വന്നു. വഇദ് അസറൻ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീഥാ ഫലമ്മാ നബ്ബഅത് ബിഹി വഅദ്ഹറഹു അല്ലാഹു അലൈഹി അറഫ ബഅദഹു വഅഅറദ അൻ ബഅദ് ഫലമ്മാ നബ്ബഅഹാ ബിഹി ഖാലത് മൻ അൻബഅക ഹാദാ قالت من أنبأك هذا قال نبأني العليم الخبير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പത്നിയായ ഉമ്മുൽ മുഅ്മിനീനോട് ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ആ പത്നി മറ്റൊരു പത്നിയുമായിട്ട് പങ്കുവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് സ്വകാര്യം പറഞ്ഞ പത്നിയോട് ഈ സ്വകാര്യം മറ്റൊരു പത്നിയുടെ അടുക്കലെത്തിയ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് രഹസ്യം പറഞ്ഞ സഹധർമ്മിണി ചോദിച്ചു, ഖാലത് മൻ അൻബഅക ഹാദാ, ആരാണ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഈ സഹധർമ്മിണി. എവിടുന്ന് അറിഞ്ഞത് ഈ രഹസ്യം? ഞാൻ ഒരാളോട് പറഞ്ഞു എന്നുള്ള കാര്യം ഈ പത്നി അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹധർമ്മിണി മറ്റൊരു സഹധർമ്മിണിയോട് സ്വകാര്യം പറഞ്ഞ കാര്യം നബി വന്നിട്ട് ആദ്യത്തെ സഹധർമ്മിണിയോട് ചോദിക്കും. അപ്പൊ ആ സഹധർമ്മിണി ഞങ്ങൾ രണ്ടാളും തമ്മിൽ പറഞ്ഞ സ്വകാര്യം ഒരിക്കലും മറ്റൊരാളുടെ അടുക്കൽ എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അറിയാനിടയില്ല. അതുകൊണ്ട് ആ പത്നി ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് നബിയെ? ഖാല നബ്ബഅനിയൽ അലീമുൽ ഖബീർ. അലീമും ഖബീറുമായ, എല്ലാം അറിയുന്നവനും എല്ലാറ്റിനെ കുറിച്ചും വിവരമുള്ളവനുമായ അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലൊരു കാര്യമാണ് അതിന്റെ ആയത്തിലൂടെ വിവരിക്കുന്നത്. നബിയുടെ പത്നിമാരുമായിട്ട് നബി നടത്തിയ ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവന്റെ ആയത്തുകളിലൂടെ വിവരിക്കുകയാണ്. ബദറിന്റെ യുദ്ധത്തിന് ഒരുക്കങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇവിടെ ഇന്നാലിന്ന ഖുറൈശി നേതാവ് കൊല ചെയ്യപ്പെടും, ഇവിടെ അബൂജഹൽ കൊല ചെയ്യപ്പെടും, ഇവിടെ ഉത്ബത്ത് കൊല ചെയ്യപ്പെടും, ഇത് ശൈബത്തിന്റെ സ്ഥലം, ഇത് മറ്റുള്ളവരുടെ സ്ഥലം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ നബി വരച്ച അതിർത്തി അവർ ആരും കടന്നു പോവുകയുണ്ടായില്ല. നബി വരച്ച അതിർത്തികൾക്കകത്ത് തന്നെ അവർ കൊല ചെയ്യപ്പെട്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹാദാ മിൻ മുഅ്ജിസാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹിറ. ഇത് നബിയുടെ ലാഹിറായ പ്രത്യക്ഷമായ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു ഇടതൂർന്ന തലമുടിയിലൂടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അധികം ചുരുണ്ടതല്ല, അധികം നീളമുള്ളതുമല്ല,
പുണ്യ റസൂൽ മുടിയങ്ങ് കോതിയിട്ടാൽ രണ്ട് തോളിലേക്ക് പരക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ചുമലിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മനോഹരമായ അവിടുത്തെ തലമുടി ചിലപ്പോൾ ചെറുതാക്കും, ാക്കിയാലും ചെവിയുടെ കുന്നിയോളം എത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട തലമുടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജബുവോ സുൽഫ് ഖുലി, അവിടുത്തെ മുടിയൊന്ന് കോതിയിട്ടപ്പോ പെഹലി ഹസീൻ രാത് ഹുവി, ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ മനോഹരമായ രാത്രി അന്നല്ലയോ ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് മുടിയൊന്ന് മനോഹരമായി കോതിയിട്ടപ്പോ പെഹലി ഹസീൻ രാത് ഹുവി, അവിടുത്തെ വട്ടമുഖത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഴുവൻ വട്ടമുഖമല്ല, സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടി അള്ളാഹു വട്ടമൽപ്പം കുറച്ച പോലെ പൂർണ്ണചന്ദ്രന് സമാനമായി ചുവന്ന രാശി കലർന്ന വെളുപ്പ് നിറമായി സൂര്യനോ ചന്ദ്രനോ അവിടുത്തെ മുഖത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നുവെന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുത്തെ വിശാലമായ നെറ്റിത്തടത്തിലൂടെ നെറ്റിയിൽ നിന്ന് മുടി നീങ്ങുമ്പോ പ്രഭാതം പൊട്ടിവിടരുന്ന പോലെയായിരുന്നുവെന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരമായ നേത്രദ്വയത്തിലൂടെ സുറുമതേച്ച കണ്ണിണകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന നാസികയിലൂടെ പരിശുദ്ധ റസൂലിന്റെ മൂക്കിന്റെ നടുഭാഗം ഉയർന്നിരുന്നു. എത്രത്തോളം സൗന്ദര്യമാണോ അത്രത്തോളം സൗന്ദര്യമായി മനോഹരമായ വായ പോലെ, അതിന്റെ സുന്ദരമായ അധരകുസുമങ്ങൾ പോലെ, അതിനകത്ത് തിളങ്ങുന്ന ദന്ത മനോഹാരിത പോലെ സൗന്ദര്യധാമമേ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സുനാരി ജാലിയോं को अब नजर आने का मौका दो. പരിശുദ്ധ റസൂലിന്റെ ഖബർ ശരീഫിനെ ചുറ്റി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള അതിന്റെ ആവരണം അതൊന്ന് കാണുന്നതിന് സന്ദർഭമുണ്ടാകുമോ? ദിലോं में करवटे लेती हुई बेकल तमन्नाएं ये कहती है कि कदमों में बिखर जाने का मौका दो. ഹൃദയത്തിൽ അങ്ങേയറ്റം തിരമാലകളെ പോലെ മോഹങ്ങൾ അലയിട്ടടിക്കുകയാണ്. പരിശുദ്ധ റസൂലിന്റെ കാൽക്കൽ ചെന്ന് നിൽക്കുവാനുള്ള അവസരമുണ്ടാകുമോ? തുമ്ഹാരാ സിക്ർ ഹം ഹോട്ടോं पे करते हैं रो रो कर हमारी आतिबत को भी सवर जाने का मौका दो. तुम्हारा जिक्र हम होठों पे करते हैं रो रो कर. നബിയെ, അങ്ങയുടെ ഓർമ്മ ഞങ്ങളുടെ ചുണ്ടുകളിൽ വിലാപമായി സങ്കടത്തോടെ കണ്ണീരോടെ കരഞ്ഞുകൊണ്ടാണ് അങ്ങയെ ഓർക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുസ്തഫ ഖൈറുൽ വറാ ഹോ सरवरे हर दूसरा हो. अपनी हर झोंका तसद्दुक हम बदों को भी निभाओ. मुस्तफा खैरुल वरा हो सरवरे हर दूसरा हो. मुस्तफा खैरुल वरा हो सरवरे हर दूसरा हो. मुस्तफा खैरुल वरा हो सरवरे हर दूसरा हो. अबल अंबिया'i अलैका अस्सलातु अलैका अस्सलाम.
أبا الأنبياء وقفت أصلي أمام المقام وكل مقلتي السنا والسنا أبا الأنبياء عليك الصلاة عليك السلام أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا أبا الأنبياء عليك الصلاة عليك السلام أبا الأنبياء وقفت أصلي أمام المقام وفي مقلتي السنا والسنا മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952771447. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com.